സൂറത്ത് യാസീൻ 20-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان. സൂറത്തു യാസീനിലാണ് നമ്മളുള്ളത്. ഒരു ഏകദേശം 1.5 പേജോളമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. 65-ാമത്തെ ആയത്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരലോകത്ത് മരണശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്ത ആളുകളെ മാറി നിൽക്കാൻ വേണ്ടി പറയുകയും അവർക്ക് നരകം കാണിച്ചു കൊടുക്കുകയും അവരുടെ വായകൾക്ക് സീല് വെക്കുകയും അങ്ങനെ കൈകാലുകൾ സാക്ഷി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ അല്ലാഹു വിവരിക്കുകയാണ്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم ഇന്നത്തെ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് മേൽ നാം ഖത്മ് ചെയ്യും, സീല് വെക്കും. തുറക്കാൻ പറ്റില്ല. അത് വിഷയം സീല് വെച്ച് ഉറപ്പിച്ചാൽ പിന്നെ അത് പൊട്ടിക്കാൻ പാടില്ല എന്നാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും അവർക്കെതിരായി തന്നെ. ബിമാ കാനൂ യക്സിബൂൻ, അവരെന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് അവരുടെ കൈകാലുകൾ സാക്ഷി പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ദിവസമാണത്. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഈ അവയവങ്ങൾ തിന്മയ്ക്ക്, നമ്മുടെ ശരീരം തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മോടൊപ്പം നിന്നു, തിന്മ ചെയ്തു. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു ഹക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിലേക്ക് എത്തിയപ്പോൾ ഈ ശരീരം നമുക്കെതിരായി മാറുകയാണ്. ദുന്യാവിൽ നമ്മളത് ഉപയോഗിച്ചു, പക്ഷെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഹക്കിലാണ് പിന്നെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കെതിരാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, പിശാചില്ലെങ്കിൽ തന്നെയും നമ്മുടെ ശരീരം നമ്മൾക്കെതിരാണ്. നമ്മുടെ ശരീരം നമ്മുടെ
പാരത്രിക ലോകത്ത് നമുക്ക് വിജയം ലഭിക്കേണ്ട വിഷയത്തിലേക്കല്ല ഇവിടെ നമ്മുടെ ശരീരം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകൾ, വൈകാരികമായ തോന്നലുകൾ, തിന്മയിലേക്കുള്ള വാസന, ഇതൊക്കെ മനുഷ്യൻ കണിശമായും കടിഞ്ഞാനിട്ട് സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതിനാണ് ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരം ഒരു തിന്മ ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ടെന്ന് വെക്കലാണ്. നമ്മുടെ ശരീരം ഒരു നന്മ വേണ്ട എന്ന് വെക്കുമ്പോൾ അത് വേണമെന്ന് ശഠിച്ച് നമ്മുടെ ശരീരത്തെ ആ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കീഴ്പ്പെടുത്തുന്നത്, ഒരു തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്, ഇതൊക്കെയാണ് ഏറ്റവും വലിയ ജിഹാദ്. വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതൊക്കെ ജിഹാദ് തന്നെയാണ്. പക്ഷെ വലിയ ജിഹാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യലാണ്. അത് അധികാർക്കും കഴിയില്ല. യുദ്ധത്തിലിറങ്ങാൻ ആവേശം മതി. ഈ യുദ്ധവും കൊള്ളയും കൊലയും ഇതിനൊക്കെ റെഡിയായി നടക്കുന്ന ആളുകളോട് ഒരു ദിവസം നമുക്ക് അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിലേക്ക് സൂചിപ്പിക്കുകയാണ് അള്ളാഹു. ഇനി കണ്ണെന്ന വലിയൊരു അനുഗ്രഹത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو نشاء لمسخناهم على مكان ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അവരുടെ കണ്ണുകളെ മൂടിവെക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. കണ്ണുകളുടെ കാഴ്ചയെ എടുത്തു കളയാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. അങ്ങനെ അവർ സിറാത്തിലേക്ക്, വഴിയിലേക്ക് മുൻകടക്കുകയും ഓടിച്ചെല്ലുകയും ചെയ്യും. വഴി അവിടെ ഉണ്ട്, പക്ഷെ അവരെങ്ങനെ കാണാനാണ്? കാഴ്ചയെ നമ്മൾ എടുത്തു കളഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് എങ്ങനെ കാണാൻ കഴിയുമായിരുന്നു? അതായത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയൊരു വിഷയമാണ്, അല്ലാഹു തആല നമ്മെ നിർബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയോ നിർബന്ധിച്ച് നരകത്തിലാക്കുകയോ എന്ന ഒരു പരിപാടിയില്ല. അള്ളാഹു നമ്മെ നിർബന്ധിച്ചിട്ടില്ല. നമ്മളായിട്ട് എന്താണ് ചെയ്യുക, ഈ ലോകത്തേക്ക് അള്ളാഹു പടച്ചുവിട്ടാൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് അള്ളാഹുവിന് കാലേക്കൂട്ടി അറിയാം. ആ അറിവ് അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ എഴുതി വെച്ചത് നമ്മെ നരകത്തിലേക്കാക്കാനല്ല. നമ്മൾ പറയാറുണ്ട്, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പ്രഡിക്റ്റ് ചെയ്തു കുട്ടിയുടെ ഗ്രേഡുകൾ. പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കുട്ടി ജയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ തോൽക്കുകയും ചെയ്തു. ഇതിൽ ആ ടീച്ചറെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്നതുപോലെ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തല്ല, നമ്മളെ നിർബന്ധിച്ചതല്ല. നമുക്കൊക്കെ അറിയാം ആ ഹദീസ്, നിങ്ങൾ മുമ്പ് കേട്ട വിഷയമാണെങ്കിൽ ആയതുകൊണ്ട് ഞാനത് വിശദീകരിക്കാതെ പോവുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിലുണ്ടായിരിക്കെ തന്നെ 4 മാസം പ്രായമാകുമ്പോൾ ഷഖിയുൻ അം സഈദ്, ഇയാൾ വിജയിക്കുന്ന ആളാണോ പരാജയപ്പെടുന്ന ആളാണോ എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് മലക്കുകളോട്. അപ്പൊ നമ്മൾ ഷഖിയാണോ സഈദാണോ എന്ന് ആർക്കറിയാം? അല്ലാഹുവിനറിയാം. അത് അല്ലാഹുവിന്റെ ഇൽമാണ്. അല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. കഴിഞ്ഞു പോയതും വരാനുള്ളതൊക്കെ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ആ രേഖപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോയി എന്നാണോ അർത്ഥം? അല്ലല്ല. നമ്മളെപ്പറ്റി എന്താണ് രേഖപ്പെടുത്തിയത് നമുക്കറിയില്ല. എന്താ നമ്മളെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ടാവുക എന്ന്. പക്ഷെ നമുക്ക് ബുദ്ധി തന്നു, പഠിക്കാൻ അള്ളാഹുവിന്റെ കിതാബ് തന്നു, അവന്റെ തിരുനബിയുടെ സുന്നത്ത് തന്നു, പഠിപ്പിച്ചു തരാൻ ഉലമാഇനെ തന്നു, നബി തങ്ങളുടെ അനുയായികളുടെ അസ്ഹാബിനെ കണ്ടു ഇത്തിബാ ചെയ്യാൻ. ഇതൊക്കെ തന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തു തീർക്കുക എന്ന് അള്ളാഹുവിന് കാലയെക്കുട്ടി അറിയാൻ പറ്റി. അത് അള്ളാഹു എഴുതി വെച്ചു എന്നുള്ളൂ, നമ്മളെ നിർബന്ധിച്ചതല്ല. അതുകൊണ്ട് ഹിദായത്ത് എന്ന വിഷയം അള്ളാഹു നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നമ്മൾ ആക്കുകയാണെങ്കിൽ, സ്വർഗത്തിലേക്ക് ആക്കുന്നതിന് പരാതി ഉണ്ടാവില്ല. പക്ഷെ നരകത്തിലേക്കാണ് അള്ളാഹു കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ മജ്ബൂറാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല.
നമ്മൾ മജ്ബൂറാണ്, എന്നെ അള്ളാഹു നിർബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറയരുത്. എന്തുകൊണ്ട്? അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹു കണ്ണുകൾ തരില്ലായിരുന്നല്ലോ. കണ്ണുകൾ തന്നത് അള്ളാഹുവിനെ പറ്റി കാണാനാണ്. കണ്ണുകൾ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമല്ലേ? ഈ കണ്ണുണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഈ ലോകം പഠിക്കാൻ പറ്റുന്നത്. സമുദ്രവും മരുഭൂമിയും മണലും കാറ്റും മഴയും ഇടിയും മിന്നലും വൃക്ഷവും ചെറിയ പൂക്കളും ചെറിയ പുല്ലും മരുഭൂമിയിലെ ആ ഉണങ്ങിയ മരുഭൂമിയുടെ മണൽക്കൂനയിൽ നിൽക്കുന്ന കൊച്ചു കൊച്ചു സസ്യങ്ങൾ, അതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു പെരനിയൽ അരിഡിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്ന ഈ പ്ലാന്റുകൾ, ഇതൊക്കെ ഭയങ്കര അത്ഭുതങ്ങളാണ്. ഒട്ടകം അള്ളാഹുവിൻ്റെ അത്ഭുതമാണ്. മലകൾ, സോയിൽ, നമ്മുടെ മണ്ണ്, മണല്, ഭൂമിക്കുള്ളിലുള്ള ഇതെല്ലാം കാണാനുള്ള കണ്ണല്ലാഹു തന്നുവല്ലോ. കണ്ണ് തരുന്നത് എന്തിനാ? കണ്ടു പഠിക്കാനാണ്. കണ്ടുപഠിക്കുന്നത് എന്തിനാ? നിനക്കായി ഒരു തീരുമാനമെടുക്കാനാണ്. കാണുമ്പോൾ വിശ്വാസം കൂടും, അല്ലേ? കേൾക്കുമ്പോൾ ഉണ്ടാവും, കാണുമ്പോൾ അതിലേറെ കൂടും. ഇങ്ങനെ കണ്ട് ഒബ്സർവ് ചെയ്യാനാണ് അല്ലാഹു തആല കണ്ണുകൾ തന്നത്. എന്തിനാ ഒബ്സർവ് ചെയ്യുന്നത്? സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ അല്ലാഹു തആല അങ്ങനെ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് അള്ളാഹുവിന് തീരുമാനമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, എന്തിനല്ലാഹു കണ്ണ് തരണം? കണ്ണുണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റൂ, കണ്ണുണ്ടെങ്കിലല്ലേ ഓതി നോക്കാൻ പറ്റൂ, കണ്ണുണ്ടെങ്കിലല്ലേ ഈ ലോകത്തെ മഹാത്ഭുതങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാഹു തആല കണ്ണുകൾ തന്നത് നമ്മെ അല്ലാഹു നിർബന്ധിച്ചിരിക്കുകയല്ല. നമുക്ക് നമ്മളായിട്ട് നേർവഴിക്ക് പോണോ വളഞ്ഞ വഴിക്ക് പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് നമുക്ക് അല്ലാഹു കണ്ണുകൾ തന്നത്. വലൗ നശാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലതമസ്നാ അലാ അയുനിഹിം, കണ്ണുകളെ മൂടി വെക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. പക്ഷെ അല്ലാഹു കണ്ണ് തന്നില്ലേ? എന്തിന്? കണ്ടുപഠിക്കാൻ, ചിന്തിച്ചു നോക്കാൻ, അള്ളാഹുവിനെ പറ്റിയുള്ള അത്ഭുതങ്ങൾ കാണാൻ. നമുക്ക് നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ആ സൗന്ദര്യം നമ്മൾ എങ്ങനെ ആസ്വദിക്കുന്നു? മനോഹരമായ വീടുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, ആ വീട് എങ്ങനെ ഇയാൾക്ക് ആസ്വദിക്കാൻ പറ്റും? മനോഹരമായൊരു കാഴ്ച മുമ്പിലുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, എങ്ങനെ ആ സീൻ ഇയാൾക്ക് ആസ്വദിക്കാൻ പറ്റും? കഴിയില്ലല്ലോ. എല്ലാം കണ്ണെന്ന് പറയുന്ന അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഈ രണ്ട് കണ്ണുകൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന്, അള്ളാഹുവേ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം എന്ന് ചോദിച്ച് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ചെയ്ത അമലുകൾ കണ്ണുകൾ വാരിക്കൂട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഇബാദത്തുമായി വന്ന ഒരാളോട് അല്ലാഹു തആല പറയാൻ, ഉദ്ഖുലുൽ ജന്നത ബിഫദ്ലി, സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ, എന്റെ ഔദാര്യം കൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ കുറെ അധ്വാനിച്ചിട്ടുണ്ട് പടച്ചവനെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ ദിക്റും സ്വലാത്തും ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, വെറുതെ തരണ്ട, ഞാൻ അധ്വാനിച്ചതാണല്ലോ, അതുകൊണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലമായി താ എന്ന് പറയുമ്പോഴാണ് ഇരിക്കട്ടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് തന്നതിന് പകരമായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഫതഖൂമുൽ ഐനാൻ, രണ്ട് കണ്ണുകൾ വരുന്നു. നിന്റെ മുഖത്ത് ഈ രണ്ട് കണ്ണുകൾ തന്നത് കാരണം നീ അനുഭവിച്ച അനുഗ്രഹങ്ങൾ എത്രയാണ്, നീ കണ്ടത്. ഉറങ്ങുമ്പോഴും കാണുന്നുണ്ട്, ഉണർച്ചയിലും കാണുന്നുണ്ട്. വല്ലാത്ത അത്ഭുതമല്ലേ? മനസ്സിന്റെ കണ്ണുകൊണ്ട് അപ്പോഴും കാണാണ്. ഉണർവിൽ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ എന്ത് നിറം, എന്ത് വെള്ള, എന്ത് പച്ച, എന്ത് ചുവപ്പ്, എന്ത് നീല, എങ്ങനെ അറിയും? എന്ത് ഭംഗി, എന്ത് മിനുസം, എന്ത് മനോഹാരിത, ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ, മൻ അഖദല്ലാഹു ഹബീബതൈ, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ രണ്ട് കണ്ണുകളെ അള്ളാഹു പരീക്ഷിച്ചു കഴിഞ്ഞാൽ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ, ഫസബറ, ആ മനുഷ്യൻ ക്ഷമിക്കുകയും ചെയ്താൽ, ഫലഹുൽ ജന്ന, അതിന് പകരം അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ അനുഗ്രഹമാണ്, അത്രയും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മുഖത്തുള്ളത്. അങ്ങനെ കണ്ണ് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവേ എനിക്ക് വേണം, എനിക്ക് മതിയായില്ല എന്ന് ചോദിച്ച് 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 ജീവിതകാലം മുഴുവൻ ചെയ്ത ഇവന്റെ ഇബാദത്തും കണ്ണിന് മാത്രം വേണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല
അവന്റെ അമലിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. യാ അബ്ദി, ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇനി പോവേണ്ട സ്ഥലം സ്വർഗമല്ല, മറ്റോടത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ഐ റബ്ബി, പടച്ചവനെ നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ സ്വർഗത്തിലേക്ക് കടത്തിത്താ എന്ന് പറയും. ഉദ്ഖുലുൽ ജന്നത ബിഫദ്ലി, നിന്റെ ഔദാര്യം കൊണ്ട് പോയിക്കോ എന്ന് അയാളോട് പറയും എന്ന് റസൂലുള്ളാഹി. ഹാർട്ട് എഴുന്നേറ്റ് നിന്നിട്ടില്ല. ഹാർട്ട് എഴുന്നേൽക്കാൻ എന്താ? ഉമ്മയുടെ ഗർഭാശയത്തിലായേടം മുതൽ മരിക്കുന്നവരെ നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യുന്ന, ഒരു സർവീസ് സെന്റർക്ക് പോലും കൊണ്ടുപോവാതെ, ഇപ്പോഴാണ് ചെറിയ ചെറിയ സർജറികളൊക്കെ തുടങ്ങിയത്, നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട്. വലിയ അത്ഭുതമല്ലേ? നമുക്കൊന്ന് കൈ പൊക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിന്ന് വിവരം വരണം, കൈ പൊക്കണം. നടക്കണമെങ്കിൽ തലച്ചോറ് പറയണം നടന്നോ എന്ന്. ഇരിക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കമാൻഡ് വരണം, അപ്പോഴാണ് ഇരിക്കുന്നത്. ഒന്ന് ചൊറിയണമെങ്കിൽ ബ്രെയിനിൽ നിന്ന് തലച്ചോറിൽ നിന്ന് സ്റ്റിമുലേഷൻ വരണം. ഇത് വരാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സാധനമുള്ളൂ, നമ്മുടെ ഹാർട്ട്. ഒരു മനുഷ്യന്റെ തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. തലച്ചോറ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം ശരീരത്തിലേക്കുള്ള മറ്റു ഭാഗങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് കടത്തിയാൽ പോലും അള്ളാഹു ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഹാർട്ട് പ്രവർത്തിക്കുകയാണ്, കമാൻഡ് വരേണ്ട ആവശ്യമില്ല. ഖൽബ് പ്രവർത്തിക്കാൻ നിയ്യത്ത് വേണമായിരുന്നുവെങ്കിൽ, ശ്വാസോച്ഛ്വാസത്തിന് നിയ്യത്ത് വേണമായിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർ നിയ്യത്ത് പോയി മരിച്ചേനെ. നിസ്കാരത്തിന് നിയ്യത്ത് തന്നെ വെക്കാൻ വയ്യ. ഒരു ശ്വാസം ശ്വസിക്കാൻ നിയ്യത്ത് വെക്കണം, ഞാൻ ശ്വസിക്കുകയാണെന്ന് ആലോചിക്കണം എന്നാണ് അള്ളാന്റെ നിയമമെങ്കിൽ, നമ്മുടെ ഹാർട്ടിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ബോധം വേണം. അല്ലാ, എൻ്റെ ഹാർട്ട് പമ്പ് ചെയ്തിട്ടില്ല, പമ്പ് ചെയ്തോട് ഹാർട്ടേ എന്ന് പറയണമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എപ്പോഴോ മരിച്ചു പോയേനെ. നമ്മളൊന്നും അറിയാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചിന്തിക്കാതെ അവക്ക് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്? നിനക്ക് സ്വർഗം വാങ്ങിക്കാനുള്ള അവസരം തരികയാണ്. ഈ നിഅമത്തുകളൊക്കെ എഴുന്നേറ്റ് നിന്നാൽ അള്ളാഹുവിന് പകരം കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ഐൻ എന്ന് പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ അള്ളാഹു തന്നില്ലയോ? ഇത് വലിയ അനുഗ്രഹമാണ്. വലൗ നശാ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലതമസ്നാ അലാ അയുനിഹിം, കണ്ണുകളെ നാം മൂടി വെക്കുമായിരുന്നു. ഫസ്തബഖുസ് സിറാത്ത, അങ്ങനെ പോകേണ്ട വഴി ഏതാണെന്ന് നോക്കി അവർ ഓടിച്ചെല്ലുമായിരുന്നു വഴിയിലേക്ക്. എവിടേക്ക് പോകണം? നമ്മളൊന്ന് കണ്ണു ചിമ്മിന് വിചാരിക്കുക. ഒരു ഫയർ ഇവാക്യുവേഷൻ നടക്കുകയാണ്, പെട്ടെന്നൊരു ഫയർ ബ്രോക്ക് ഔട്ടായി. നമ്മൾ എക്സിറ്റ് ചെയ്യാണ് ബിൽഡിങ്ങിൽ നിന്ന്. ഇവിടെ ആകെ ഡാർക്കാണ്, നമുക്ക് ഒരു നിലക്കും കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് ഡോർ, എക്സിറ്റ് ഡോർ, എവിടെയാണ് എമർജൻസി എക്സിറ്റ് എന്ന് കാണാൻ പറ്റുന്നില്ല. ഫസ്തബഖുസ് സിറാത്ത്, അവര് പോകാനുള്ള വഴി അന്വേഷിച്ച് മുന്നോട്ട് ഓടിച്ചെല്ലും. അന്നാ യുബ്സിറൂൻ, ഫഅന്നാ യുബ്സിറൂൻ, എവിടെന്ന് കാണാനാണ്? കണ്ടില്ലാതെ എവിടെന്ന് കാണാനാണ്? അപ്പൊ പറയും, ഒരാൾക്ക് തോന്നിയേക്കും, എന്നാ പിന്നെ എനിക്ക് കാണൂലെങ്കിലും മറ്റാരെങ്കിലും കൈപിടിച്ചെന്നെ കൊണ്ടുപോയാലോ? എനിക്ക് കാഴ്ചയില്ല, പക്ഷെ കാഴ്ചയുള്ള ഒരാൾക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ചിന്തിച്ചേക്കാം. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അള്ളാഹു അവരെ നടക്കാനും ഇരിക്കാനും കടക്കാനും പറ്റാത്ത രീതിയിൽ, കൈകാലുകളില്ലാത്ത അവസ്ഥയിൽ ഒരു സ്ഥലത്ത് ഫ്രീസ് ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. അവർക്ക് പോവാനോ തിരിച്ചു നടക്കാനോ കഴിയുമായിരുന്നില്ല. അപ്പൊ കാലുകൾ അള്ളാഹു തന്നത് അങ്ങനെ ഒരു അനുഗ്രഹമാണ്. ആലോചിച്ച് നോക്കുക, നമുക്ക് ബോഡി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്, കയ്യുമില്ല കാലുമില്ല, ഭൂമിയിൽ കിടക്കേണ്ടി വരില്ലേ? എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. കൈകാലുകളില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു നിങ്ങൾക്ക് നടക്കാൻ കഴിവ് തന്നത്, അള്ളാഹു നിങ്ങൾക്ക് അവയവങ്ങൾ സൃഷ്ടിച്ചു തന്നത്, ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യാനാണ്. കർമ്മങ്ങൾ ചെയ്യുന്നത് ഇൽമുണ്ടാകുമ്പോഴാണ്. ഇൽമിന് പഠിക്കാനാ കണ്ണ് തന്നത്. അപ്പൊ കണ്ണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നു, കൈകാലുകൾ നിങ്ങൾക്ക് അമൽ ചെയ്യാൻ വേണ്ടി തന്നു. ഗായത്തുൽ ഇൽമി അത്തൗഹീദ് വഗായത്തുൽ അമലി അത്തഖ്വാ. ഒരു മനുഷ്യന് ലഭിക്കുന്ന വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത് അത്തൗഹീദ്, അല്ലാഹു ഏകനാണെന്ന് മനസ്സിലാക്കലാണ്. ഗായത്തുൽ ഇൽമി അത്തൗഹീദ്. നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും, എന്തൊക്കെ വിവരമുണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം അറിയുമെന്ന് നമ്മൾ വാദിച്ചാലും, ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഇൽമ് അള്ളാഹു ഏകനാണെന്ന് മനസ്സിലാവുന്ന തൗഹീദാണ്. അള്ളാഹുവിന്റെ ഏകത്വമാണ്, അള്ളാഹുവിനുള്ള ഉബൂദിയത്താണ്. ഇതാണ് ഏറ്റവും വലിയ ഇൽമ്. കുറേ എഞ്ചിനീയർമാരും കുറേ ഡോക്ടർമാരും ഒക്കെ ഉണ്ടായിക്കോട്ടെ, അവരും തൗഹീദ് പഠിക്കണം, അവരും ശരീഅത്ത് പഠിക്കണം. അതാണ് ഏറ്റവും വലിയ ഇൽമ്.
വഗായത്തുൽ അമലി, അങ്ങേയറ്റത്തെ അമലിന്റെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ഏറ്റവും വലിയ കർമ്മം അത്തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. ഇതാണ് കർമ്മങ്ങളിൽ ഏറ്റവും വലുത്. ആ ഇൽമിനും അമൽ, ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഇൽമുമാണ് അമലുമാണ്. ഇൽമിന് അള്ളാഹു കാണാനുള്ള കാഴ്ച തന്നു, അമലുകൾക്ക് കൈകാലുകൾ തന്നു. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് തരാതെ നിങ്ങളെ എനിക്ക് പരീക്ഷിക്കാമായിരുന്നു. അപ്പോ നാളെ പരലോകത്ത് അള്ളാഹു കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു നമ്മളെ കൊണ്ടുവരുമ്പോൾ, വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ, പടച്ചവനെ നീ ഞങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചില്ലേ ഞങ്ങൾ നാളെ പരാജയപ്പെടാൻ പോകുന്ന ആളുകളാണെന്ന്? എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുണ്ടായിരുന്നപ്പോ നീ എഴുതി വെച്ചത് കൊണ്ടല്ലേ എനിക്കിത് സംഭവിച്ചത് എന്ന് അള്ളാഹുവിനോട് പറയണ്ട. ഞാനല്ല നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങളുടെ കർമ്മങ്ങളാൽ നിങ്ങൾ സെലക്ട് ചെയ്തതാണ് നരകം. നിങ്ങൾക്ക് ഞാൻ കാണാനുള്ള കണ്ണും വിവരം അന്വേഷിച്ച് നടക്കാനും പ്രവർത്തിക്കാനുമുള്ള കൈകാലുകളും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കണ്ണുകളെ ഇല്ലാതെയാക്കുവാനും. ലമസ്ഖനാഹും അലാ മകാനതിഹിം, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ഒരാളെപ്പോലും സഹായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് കൈകാലുകളില്ലാതെ പടക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കൈകാലുകൾ തന്നു, നിങ്ങൾക്ക് ബുദ്ധിയും കാഴ്ചയും ഞാൻ തന്നുവല്ലോ എന്ന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അന്യായമായ എക്സ്ക്യൂസുകൾ പറയരുത് എന്ന് പറയാൻ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വലൗ നശാഉ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലതമസ്നാ അലാ അയുനിഹിം, അവരുടെ കണ്ണുകൾക്ക് മീതെ നാം മറയിട്ട് കൊടുക്കുമായിരുന്നു, കണ്ണുകളെ മൂടിവെക്കുമായിരുന്നു. ഫസ്തബഖുസ് സിറാത്ത, അങ്ങനെ അവർ വഴിക്കരികിലേക്ക് ഓടിവരും. ഫഅന്നാ യുബ്സിറൂൻ, അവരെവിടെന്ന് കാണാനാണ്? അള്ളാഹു നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾ നിലനിർത്തി തരട്ടെ. ഷുഗറും മറ്റൊക്കെ ആയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുടെ, കുട്ടികൾ വരെ ഉണ്ട് കാഴ്ച നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിരുന്നു. അള്ളാഹു അവർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നവരെ ഒന്ന് കണ്ണിൽ നോക്കി, കണ്ണ് തുറക്കാതെ ഈ ഹാളിൽ പുറത്ത് കടന്നു, റോഡിലെത്തി, വാഹനത്തിൽ കയറി വീട്ടിലെത്തുന്നവരെ ഒന്ന് കണ്ണ് തുറക്കാതെ നടന്നാൽ ഒരു ദിവസം കണ്ണുകൊണ്ട് മാത്രം നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് മനസ്സിലാവും. എത്ര നിഅമത്ത്! ആ കണ്ണാണ് നമ്മൾ ഹറാമിലേക്ക് ചെലവഴിക്കുന്നത്. ആ കണ്ണാണ് അള്ളാഹുവിനെ പറ്റി അറിയേണ്ടതിന് പകരം നമ്മൾ മറ്റാരൊക്കെയോ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടേണ്ടത് അറിയേണ്ട സമയത്ത് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലേക്ക് ചെലവഴിക്കുന്നത്. അള്ളാഹു നോക്കരുത് എന്ന് പറഞ്ഞിടത്തേക്ക് ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. കണ്ണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദൂതനാണ്, മെസ്സഞ്ചർ ഓഫ് ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിന്റെ മെസ്സഞ്ചറാണ് കണ്ണ്. ഹൃദയത്തിലേക്ക് മെസ്സേജുകൾ വരുന്നത് കണ്ണിലൂടെയാണ്. അതുകൊണ്ടാണ് ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങൾ കണ്ണു ചിമ്മണം, വയഹ്ഫദൂ ഫുറൂജഹും, എന്നിട്ട് വ്യഭിചരിക്കാതിരിക്കണം എന്ന് പറയാൻ കാരണം കണ്ണ് തുറന്നു വിടാണ്. ഓണിഷ്ടമുള്ളതൊക്കെ കാണുന്നുണ്ട്, വേണ്ടാത്ത ഫിൽത്തി ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോകൾ എല്ലാം കാണുന്നുണ്ട്, അങ്ങനത്തെ മാഗസീനുകൾ വായിക്കുന്നുണ്ട്, അരുതാത്തിലെ കണ്ണിന് അഴിച്ചുവിടുന്നുണ്ട്. എന്നിട്ട് നിസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണിന് അഴിച്ചുവിട്ടിട്ട് നിസ്കാരത്തിൽ ഖുശൂ കിട്ടൂല. കണ്ണിന് അഴിച്ചു വിട്ടിട്ട് മനസ്സിന്ന് പ്രേമം പോണില്ല. എങ്ങനെ അതൊന്ന് ഒഴിവായി കിട്ടുക? എങ്ങനെ വ്യഭിചാരത്തിലേക്കുള്ള ചിന്തകൾ ഒഴിവായി കിട്ടുന്നത്? നിസ്കാരത്തിൽ ചിന്ത വരുന്നുണ്ട്. എങ്ങനെ വരുന്നു? കണ്ണിനെ അഴിച്ചു വിടുമ്പോൾ അത് വരും. കണ്ണുകളിലൂടെയാണ് മെസ്സേജ് വരുന്നത് ഹാർട്ടിലേക്ക്, ഖൽബിലേക്ക് കടക്കാനുള്ള ഏറ്റവും ഓപ്പൺ ഡോർ കണ്ണുകളാണ് ഖൽബിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കണ്ണുകളെ സൂക്ഷിക്കാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ. ഫഅന്നാ യുബ്സിറൂൻ. ഇവിടെ ഈ കണ്ണിനെ നമുക്ക് എങ്ങനെ ശുക്ർ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ചെറിയ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ്. 4 നളറാത്തിൻ ഹറാം, 4 തരത്തിലുള്ള നോട്ടങ്ങൾ ഹറാമാണെന്നാണ് ശറഅ് പറയാം. നമ്മുടെ കണ്ണുകളെ കൊണ്ട് 4 തരത്തിലുള്ള നോട്ടങ്ങൾ ഹറാമാണ്. ഒന്ന് അന്നദറത്തുൽ മുതതല്ലിഅ എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്ത ഒരു സംഗതി മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു എത്തി നോക്കിയിട്ട് എനിക്കും അത് ഉണ്ടാവണം, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് അവനെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന അസൂയ കണ്ണോടുകൂടെ മറ്റുള്ളവന്റെലേക്ക് നോക്കുന്നതിനെ അന്നദറത്തുൽ മുതതല്ലിഅ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه. നബിയെ വലാ തമുദ്ദന്ന ഐനൈക, അങ്ങ് കണ്ണുയർത്തി നോക്കേണ്ടതില്ല, അങ്ങ് കണ്ണുയർത്തി നോക്കരുത്. ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, അവിശ്വാസികളിൽ ഒരുപാട് ആളുകൾക്ക്, പല തരക്കാർക്കും നാം കൊടുത്ത പൈസയും ആഡംബരങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ കണ്ണുയർത്തി നോക്കണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കാളും ദുന്യാവിന്റെ വിഷയത്തിൽ സൗകര്യങ്ങളും എത്രയോ ആർഭാടങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു അവിശ്വാസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കേണ്ടതില്ല നബിയെ. സഹറത്തുൽ ഹയാത്തി ദുനിയ, ഈ ഐഹികമായ ലോകത്തിന്റെ ചില ആർഭാടങ്ങൾ. എന്തിന്? ലിനഫ്തിനഹും ഫീഹ്, ആ ആർഭാടത്തിൽ നാം അവരെ പരീക്ഷിക്കുകയാണ് നബിയെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് എത്തി നോക്കണ്ട. ചെറിയ വീടുള്ള ഒരാള് വലിയ കൊട്ടാരം കയറ്റി അവൻ്റെ കൊട്ടാരം നോക്കി ഇങ്ങനെ ഇരിക്കുക. ഒരു നോട്ടം 2 നോട്ടം ഒന്നും കുഴപ്പമില്ല, അങ്ങ് നോക്കിപ്പോരാണ്. കൊതിയോടുകൂടെ നോക്കുന്നത്, പടച്ചോനെ എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അത് വസ്ത്രാണെങ്കിലും വാഹനാണെങ്കിലും വീടാണെങ്കിലും ഭാര്യയാണെങ്കിലും കുടുംബാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും ഒരുത്ത ഇന്ത്യയുടെ പടച്ചോനെ ഞാൻ ഇന്ത്യക്കാരൻ, ഇതൊരു ബ്രിട്ടീഷ് പാസ്പോർട്ടാണെങ്കിൽ എത്ര ഓണറൈവൽ വിസ കിട്ടുമായിരുന്നു, അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണ്ട, നീട്ടരുത്, എത്തി നോക്കണ്ട. ഒരുപാട് ആളുകൾക്ക് പല തരത്തിൽ അള്ളാഹു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഒരു ഗ്രോസറി നടത്തുന്ന ആളാണ്, ഇപ്പം നോക്കുന്ന സൂപ്പർ മാർക്കറ്റുകാരൻ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഹൈപ്പറിന്റെ അപ്പുറത്ത് വേറെ വാക്ക് വന്നോ ഇനി? ഇപ്പൊ എല്ലാം ഹൈപ്പറാണല്ലേ, ചെറുതും വലുതൊക്കെ ഹൈപ്പർ ആയിക്കണം ഇപ്പോ. അപ്പോ ഇങ്ങനെ വലുതിലേക്കുള്ള എത്തിനോട്ടം, സമ്പത്ത് ഒരുപാട് വേണം എന്ന ആഗ്രഹത്തോടുകൂടെ ഇദാമത്തുൻ നളർ തദുല്ലു അല ഇസ്തിഹ്സാനിഹി വതമന്നി സവാലിഹി. ഒരു വിഷയത്തിലേക്ക് നിരന്തരമായി കണ്ണ് നമ്മൾ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നു, അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോവണം, എനിക്ക് കിട്ടണം എന്ന അസൂയയിലേക്ക് അത് വരുത്തി വെക്കും. അതുകൊണ്ട് അസൂയയുടെ നോട്ടം നോക്കരുത് നബിയെ, അത് നോക്കാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു കാരണമുണ്ട്. നബി തങ്ങളുടെ അരികത്തേക്ക് ഒരു ദൈഫ് വന്നു, ഒരു അതിഥി വന്നു. അതിഥി എന്ന് പറഞ്ഞാൽ തന്നെ സമയം നോക്കാതെ കടന്നു വരുന്നവർക്കാണ് അതിഥി എന്ന് പറയാം. നബി തങ്ങളുടെ അടുത്ത് അയാൾക്ക് കൊടുക്കാൻ ഒന്നും ഭക്ഷണമില്ല. അപ്പോ ജൂതന്മാർ അന്ന് മദീനയിൽ താമസിക്കുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ജൂതന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ ഒരാളയച്ചു. കുറച്ച് എന്ത് ചെയ്യാ, നമ്മുടെ ഗോതമ്പിന്റെ പൊടി ദഖീഖ് കിട്ടുമോ എന്ന് ചോദിച്ച് നബി തങ്ങൾ ഒരാളയച്ചു. അസ്ലിഫ്നി ദഖീഖൻ ഇലാ ഹിലാൽ റജബ്, റജബ് മാസം വന്നാൽ ഞാൻ തിരിച്ചു തരാം, എനിക്ക് ഒരല്പം റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് അതല്ലെങ്കിൽ പൊടി തരുമോ എന്ന് ചോദിച്ചു. ആരോട്? ഒരു ജൂതനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസികളുമായി നബി തങ്ങൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, മുആമലാത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നബി തങ്ങളുടെ വലിയ ഏറ്റവും വലിയ വിശാല മനസ്സാണ്. നബി തങ്ങൾക്കത് സ്വഹാബിയോട് പറഞ്ഞ ചാക്ക് കടന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കൂലേ? പക്ഷെ നബി തങ്ങളത് വേണ്ട. അനുയായികൾ നബിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരോട് പറയണ്ട, ഇത് നബിക്ക് ബാധ്യതയാണ്. ജൂതൻ നബിക്ക് സ്വതക്ക കൊടുക്കൂലല്ലോ. നബി തങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാം, ഞാൻ തരാം, എനിക്ക് പൈസക്ക് മതി. നബി തങ്ങൾക്ക് ഇങ്ങനൊരു വിഷമുണ്ടെന്ന് പറഞ്ഞ് അൻസ്വാരികളിൽപ്പെട്ട മദീനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ റൊട്ടി അടക്കം ഉണ്ടാക്കി കൊടുത്തേക്കൂര്. പക്ഷെ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് മാത്രമല്ല, അവിശ്വാസികളായ ആളുകളുമായി നമ്മൾ ഇടപാടുകൾ നടത്തുന്നത് ഹറാമാണെന്നൊന്നും പറയരുത്, അത് ജായിസാണെന്ന് വരുത്താനും കൂടിയാണ്. നിങ്ങളുടെ കൂടെ പാർട്ട്നേഴ്സായിട്ടോ അല്ലാതെ ഒരു അമുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സാണ്, ഓൻ ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ ഖുർആനോത്തും കണ്ടിട്ട് അവൻ മുസ്ലിം ആയേക്കില്ലേ? നബി തങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ 3ഓളം ജൂതന്മാർ ജോലി ചെയ്തിട്ടുണ്ട്. 3 ജൂത ചെറുപ്പക്കാർ നബി തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ജൂതന്മാർ പോയിട്ട് അവനാൻ്റെ ആൾക്കാരെ അടുപ്പിക്കാൻ വയ്യ. മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയ കാലാണിത്. ഈ ഇടുങ്ങിയ മനസ്സിനെ ഒന്ന് വിശാലാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ശ്രമം.
അതിന് സമ്മതിക്കാത്ത അവസ്ഥയാണ് ഇപ്പോ. മനുഷ്യന്മാർ ഇങ്ങനെ എട്ടങ്ങാറായിട്ട് മനസ്സും കെട്ട് ഇട്ടിങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിന്ന് ആരും പുറത്തു ചാടേണ്ട മനസ്സിനെ കല്ലുപോലെ ഇടുങ്ങിയതാക്കുക. അത് ശരീഅത്തുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ നബി തങ്ങൾ ആ ജൂതനോട് ചോദിച്ചു, എനിക്ക് ദഖീഖ് തരുമോ? അസ്ലിഫ്നി ദഖീഖൻ ഇലാ ഹിലാലി റജബ്. റജബ് മാസമായ ഞാൻ തിരിച്ചു തരാം, എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗോതമ്പിന്റെ പൊടി വേണം, തരുമോ എന്ന് ജൂതനോട് ചോദിച്ചു. അപ്പോ ആ ജൂതൻ പറഞ്ഞു, ലാ ഇല്ലാ ബിറഹ്നിൻ, ഒരു പണയത്തിനൊരു സാധനം കിട്ടാതെ ഞാൻ തരൂല എന്ന് പറഞ്ഞു ജൂതൻ. പണയത്തിന് പണയം എന്ന് പറയുമ്പോഴേക്ക് നമ്മള് മുത്തൂറ്റുകാരന്റെ ഫൈനാൻസ് അന്ന് ഓർക്കണ്ട. പണയം, സ്വർണ്ണപ്പണയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണയങ്ങളൊക്കെ ഹറാമിന്റെ പണയങ്ങളാണ്, പലിശയുടെ ഏർപ്പാടുകളാണ്. അന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് പലിശ ഇല്ലാതെ എന്ത് ചെയ്യുക, പണയപ്പെടുത്താം. ഒരാളെ 100 രൂപ വാങ്ങിച്ചു, നിങ്ങളുടെ അടുത്ത് വില പിടിപ്പുള്ളൊരു മൊബൈൽ ഉണ്ട്, നീ പിടിച്ചോ, ഞാൻ പൈസ തരുമ്പോൾ തിരിച്ചു തന്നാൽ മതി. അതിന് കുഴപ്പമില്ലല്ലോ, അതിന് കുഴപ്പമില്ല. ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ പലിശയുടെ പണയം ചെയ്യരുത്. ഹാഷാ ദാലിക ലിറസൂലില്ലാഹ്, നബി തങ്ങളത് ചെയ്യൂലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു ആണ് വിഷയം പറഞ്ഞു കൊടുത്തത്. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ ജൂതൻ പറഞ്ഞു എന്തെങ്കിലും ഒരു മോർഗേജ്, ഒരു ഗ്യാരണ്ടി വേണമെന്ന് പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അമാ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഅമീനു മൻ ഫിസ് സമാ വ അമീനു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്കും ആകാശത്തുള്ളവർക്കും ഞാൻ വിശ്വസ്തനാണല്ലോ. അള്ളാഹുവിന്റെ വഹി എനിക്ക് വരുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാലാഖമാരുടെ അടുത്ത് ഞാൻ വിശ്വസ്തനാണ്, അള്ളാഹുവിന്റെ ഭൂമിയിലും ഞാൻ വിശ്വസ്തനാണ്. എനിക്ക് പണയപ്പെടുത്താൻ ഒന്നും തരാനില്ല, അങ്ങനത്തെ അവസ്ഥയിൽ തന്നെ എനിക്ക് തരികയോ ഞാൻ വാങ്ങിക്കുകയോ ചെയ്താൽ അതിന്റെ പൈസ സമയമായാൽ ഞാൻ തിരിച്ചേൽപ്പിക്കുമല്ലോ. അതുകൊണ്ട് എന്നിൽ വിശ്വാസമില്ലേ അയാൾക്ക് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹ്. നബിയെ, നിങ്ങൾക്കില്ലാത്ത ഒരു സംഗതി ഒരു അവിശ്വാസിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലില്ലാത്തത് അവിശ്വാസികളുടെ കയ്യിലുണ്ട്. നബിയെ, അത് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണുയർത്തി നോക്കരുത്. നബിയെ, ഞാൻ ആ കൊടുത്തത് അയാളെ പരീക്ഷിക്കുവാനാണ്, അങ്ങേക്ക് വേണ്ടത് ഞാൻ തരും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഇറങ്ങിയ ആയത്താണിത്. വലാ തമുദ്ദന്ന ഐനൈക, കണ്ണുകൊണ്ട് നിങ്ങൾ എത്തി നോക്കരുത്. എങ്ങനെ? അല്ലാഹു തആല മറ്റുള്ളവർക്ക് തന്നെക്കാളും മെച്ചപ്പെട്ടത് ഒരാൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി, വളരെ ഒരു സ്പോർട്സ് കാറോ ഫോർ എക്സാമ്പിൾ, വലിയൊരു പാലസോ വലിയൊരു വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സംഗതിയോ, യാ അല്ലാഹ്, ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ളത് തന്നെയാണല്ലോ, ഞാനൊരു മനുഷ്യനാണല്ലോ, എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ, ഇതൊന്നും ചിന്തിക്കേണ്ട. ലിനഫ്തിനഹും ഫീ, അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്, അള്ളാഹു അത് പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് കണ്ണുയർത്തി നോക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നോക്കേണ്ടത്, കണ്ണുകൊണ്ട് നോക്കേണ്ടത് നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്കാണ്, നിങ്ങളെക്കാളും സൗകര്യം കുറഞ്ഞവരിലേക്ക്. മഹാനായ അല്ലാമ ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ മേലെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ഫർള് നിസ്കരിക്കുന്നുണ്ട്, പടച്ചോനെ, അയാൾ ഫർളും റവാത്തിബും നിസ്കരിച്ചല്ലോ, എനിക്കതിനെ പറ്റിയിട്ടില്ലല്ലോ. അള്ളാഹു അയാള് അത് മാത്രമല്ല, ഓരോ ദിവസവും ഒരു 2 ജുസ് ഓതുന്നുണ്ടല്ലോ, എനിക്കത് ആയിട്ടില്ലല്ലോ. പടച്ചോനെ, ഇയാൾ 50 റക്അത്ത് ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആളാണ്, എന്നെ കൊണ്ടായിട്ടില്ലല്ലോ. ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും മേലെയുള്ളവരിലേക്ക് നോക്കുക, ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക്. റബ്ബേ, എന്റെ വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ബേജാറാവണ്ട. 2 സെന്റ് ഭൂമി വാങ്ങാത്ത ആൾക്കാരോട് ഉണ്ടല്ലോ, എനിക്ക് ഭൂമി ഉണ്ടല്ലോ, തറ വെച്ചല്ലോ, ചുമര് വെച്ചല്ലോ, വാർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. ഭൂമി വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ, വീടില്ല. ഭൂമി ഇല്ലാത്തവർ, ഭൂമി ഇല്ലാത്തവൻ, പടച്ചോനെങ്കിൽ ഭൂമി ഇല്ലാന്നല്ലേ ഉള്ളൂ, കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ ഹാർട്ടിന് കുഴപ്പമില്ലല്ലോ, എന്റെ ബ്രെയിനിന് കുഴപ്പമില്ലല്ലോ, അൽഹംദുലില്ലാഹ്, എപ്പോഴെങ്കിലും അള്ളാഹു തന്നേക്കും.
ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും മനുഷ്യൻ അവനേക്കാളും താഴെയുള്ള ഒരാളെ ഈ ലോകത്ത് കാണാൻ പറ്റും. ഏതൊരാൾക്കും ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ജോലിയൊക്കെ ഭയങ്കര ലൂറിങ്ങാണ്. ചിലപ്പോൾ ഡോ എനിക്ക് ബോണസ് കിട്ടി, എത്ര 40,000. പടച്ച റബ്ബേ, ഞാൻ 5 കൊല്ലം ജോലി ചെയ്താൽ കിട്ടൂല 40,000. എനിക്ക് ബോണസ് ഓരോ കൊല്ലം 40,000. നീ നോക്കണ്ട, 6 മാസം ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തവൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഓനെ നോക്ക്, 6 മാസം ജോലി ചെയ്തിട്ടുണ്ട്, ശമ്പളം കിട്ടിയിട്ടില്ല. അല്ലെ ശമ്പളം കിട്ടിയിട്ട് മുഴുവൻ മുതലാളി പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ജോലിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെവർ ഇവിടെ അല്ലേ? അവരിലേക്ക് നോക്ക്, മേലുള്ളവരിലേക്ക് നോക്കല്ല. നിന്നെക്കാളും നിഅമത്ത് കൂടുതൽ കിട്ടിയവരിലേക്ക് ദുന്യാവിന്റെ വിഷയത്തിൽ നോക്കരുത്. ദീനിന്റെ വിഷയത്തിൽ പടച്ചോനെ, ഞാൻ അയാളെപ്പോലെ ആയിട്ടില്ലല്ലോ, എനിക്ക് അത്ര ആയില്ലല്ലോ, അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടത്. അതാണ് ഈ ഹദീസിന്റെ അർത്ഥമെന്ന് അല്ലാമ ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. ഭയങ്കര സമാധാനമായിരിക്കും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സമാധാനം, ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. നമ്മളെക്കാളും സൗകര്യം കുറഞ്ഞവരിലേക്ക് നോക്കി. എപ്പോഴും അങ്ങനെയാ. നമ്മൾ വീട് വെച്ചു, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ വിചാരിച്ചു. നമ്മുടെ തൊട്ട അയൽപക്കത്ത് അതിനേക്കാളും വലിയൊരു വീട് വന്നാൽ നമ്മുടെ വീട് നമുക്ക് കണ്ണുപിടിക്കാതാവുന്നുണ്ട്. നമ്മളൊരു വാഹനം മേടിച്ചു, ഒരാൾക്ക് അതിനും വലുതുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പടച്ചോനെ എനിക്കതില്ലല്ലോ, എനിക്ക് അത്ര ആയില്ലല്ലോ, ഇങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും താഴേക്ക് നോക്കി. ഇതൊന്നും ഇല്ലാത്തവരോടുണ്ട്, ഒന്നുമില്ലാത്തവരോടുണ്ട്. അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അള്ളാഹു നമുക്ക് തന്ന സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും വദാലിക ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുകൾ നിങ്ങൾ നിസ്സാരമായി കണ്ടേക്കും. അങ്ങനെ ആവരുത്. കുട്ടികളില്ലാത്തവര്, കുട്ടികളുള്ളവര്, കുട്ടികളില്ലാത്തവരിലേക്ക് നോക്കുക. കുട്ടികളില്ലാത്തവര് പടച്ചോനെ കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടല്ലോ. എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ നാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. ഒരു ചെറുപ്പക്കാരനാണ്, പക്ഷേ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയിലാണ്. മുഖപ്രകൃതം, പൈസയൊക്കെ ഉണ്ട്. ഒരു പെൺകുട്ടി പുതിയണ്ണായിട്ട് ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് സമ്പത്ത് വേണമെങ്കിലും കൊടുക്കാം. കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി. പക്ഷെ ആരും കണ്ടാൽ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ചെറുപ്പക്കാരൻ. എന്താ അവസ്ഥ? അതൊക്കെ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ തരുന്നതേ. പടച്ചോൻ എനിക്ക് ഇണയെ കിട്ടിയല്ലോ, എനിക്ക് ഭാര്യയെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്. അത് കിട്ടാത്തവരുണ്ടല്ലോ, സാധ്യമാകാത്തവരുണ്ടല്ലോ. താഴേക്ക് നോക്കി, അതിനപ്പുറത്തേക്ക് 5-8 കൊല്ലമായിട്ട് കല്യാണം ആലോചിക്കുക. ഒരു ഡിമാൻഡും ഇല്ല. ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നാൽ അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കും. ഇഷ്ടം പോലെ മുതലുണ്ട്. ജില്ലയെന്ന് ഞാൻ പറയില്ല, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പക്കാരന് യോജിച്ചൊരു ഇണയെ കിട്ടാൻ. അത്രയും പ്രയാസമുള്ളൊരവസ്ഥയിലാണ് അവരുടെ മുഖപ്രകൃതം. അതുകൊണ്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു താല അദ്ദേഹത്തിന് എന്താണോ ഖൈർ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അവരുടെ ജ്യേഷ്ഠനെ വിളിച്ച് സംസാരിച്ചിരുന്നു, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ലാത്തൊരവസ്ഥയിൽ എപ്പോഴും താഴേക്ക് നോക്കുക. നമ്മളെക്കാളും വിഷമിക്കുന്നവർ താഴെ കിടക്കുന്നുണ്ട്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. ഗൾഫുകാർക്ക് എപ്പോഴും അറിയേണ്ട ആയത്താണിത്, ഹദീസാണിത്. പ്രവാസികൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ വളരെ ഗ്രീഡി ആയി പോകാറുണ്ട്. അത്യാഗ്രഹം, ഭയങ്കര അത്യാഗ്രഹം. എനിക്ക് അത്ര ആയില്ലല്ലോ, ഇത്ര കിട്ടിയില്ലല്ലോ, ഇതും കിട്ടാത്തവരിവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം. ജോലി തെരഞ്ഞു നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കല്ല. ജോലി അന്വേഷിച്ചിട്ട് വരാൻ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ, മെഡിക്കൽ ഫെയിലാകുന്ന ആളുകൾ എത്ര ഉണ്ട്? എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, മെഡിക്കലിൽ ഫെയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ എപ്പോഴും നമ്മളെക്കാളും താഴെയുള്ള ഒരാൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവരിലേക്ക് നോക്കി. അപ്പോഴാണ് നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. വദാലിക ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, എന്തെങ്കിലും ആർഭാടങ്ങൾ, രാജാക്കന്മാരുടെ ആർഭാടങ്ങളോ എന്തെങ്കിലും പ്രകടനങ്ങളോ കണ്ടാൽ ഉടനെ വീട്ടിലേക്ക് കയറി ഈ ആയത്തോതി ഇരിക്കുന്ന വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു നൽകുന്ന ഭക്ഷണം അത് ഖൈറാണ്, അതെന്നും ശേഷിക്കുന്നതാണ്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വീട്ടുകാരോടും നിങ്ങളും നിസ്കാരം ക്ഷമിച്ച് നിലനിർത്തി പോരേണമേ എന്ന ആയത്തോതി ബഹുമാനപ്പെട്ടവർ പറയും, അസ്വലാ യർഹമുക്കുമുല്ലാഹ്, വേഗം നിസ്കരിക്കിൻ.
മുതലാളിമാരുടെ പളവളപ്പ് കാണുമ്പോൾ, അവരുടെ ആർഭാടത്തിന്റെ ആ ഒരു പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ വേഗം വീട്ടിലേക്ക് കയറി വാതിലടച്ചിട്ട്, പടച്ചോനെ, ഇവർക്ക് നീ കൊടുത്ത ഈ ആർഭാടങ്ങൾ ഞാൻ നോക്കി നിന്നാൽ പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി അങ്ങനെ പറയാറുണ്ട്. അല്ലാമ ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കാലം രാജാക്കന്മാരുടെ കൂടെ ജീവിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കൊല്ലം ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി. സഹിബ്തുൽ അഗ്നിയാ ഫലം അറ അഹദൻ അക്സറ ഹമ്മൻ മിന്നി. മുതലാളിമാരുടെ കൂടെ ജീവിച്ചിട്ട് എന്നെ പോലെ ടെൻഷൻ അടിച്ച ഒരവസ്ഥ ഒരാൾക്കും ലോകത്തുണ്ടായിട്ടുണ്ടാവില്ല. മുതലാളിമാരുടെ PA-മാരൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ വലിയ ആളുകളുടെ കൂടെ ജീവിക്കുന്നവര്, അവരെ പോലെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവില്ല. ഇബ്നു ഔൻ തങ്ങൾ പറയാ, ഞാൻ പിന്നെ സുഹൈബത്തുൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ കൂടെ കുറെ കാലം ജീവിച്ചു. അപ്പോഴാണ് ഫസ്തറഹ്തു, എനിക്ക് കിട്ടിയ ഒരു സമാധാനം വല്ലാത്ത സമാധാനമായിരുന്നു. മുതലാളിമാരുടെ കൂടെ പടച്ചോനെ, ഇതൊക്കെ മുതലാളിക്കോ, ഈ പൈസ ഒക്കെ മുതലാളിൻ്റെതോ, ഇവൻ ATM ഇടാൻ പറഞ്ഞേക്ക, ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്ക, പടച്ച റബ്ബേ ഇത്രയും പൈസ, ഇതിന് എന്തെങ്കിലും ഒരു കുറച്ച് കിട്ടിയാൽ ഞാൻ എൻ്റെ കുട്ടികളെ രക്ഷപ്പെട്ടു പോയേനെ. ഇങ്ങനെ നിരന്തരം മുതലാളിമാരുടെ പൈസ ഇങ്ങനെ കാണുമ്പോൾ കൂടെ നടക്കുന്നവന് അസൂയയും വിഷമവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പാവപ്പെട്ടവന്റെ കൂടെ നടന്നാൽ നിങ്ങളെക്കാളും കഷ്ടത്തിലാണ് അവരെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ളവരുടെ നിഅമത്തിലേക്ക് കണ്ണെത്തിയുള്ള ആ ഒരു നോട്ടം ചെയ്യരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ അക്റഹു അൻ അറാ മൻ യഅസില്ലാഹ് വലാ അസ്തതിഉ അൻ ഉഗയ്യിറ അലൈഹി. അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ആളുകൾ അവരുടെ ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും കാണുന്നത് എനിക്ക് വെറുപ്പാണ്. കാരണം അത് തിരുത്തി കൊടുക്കാൻ പറ്റില്ല, അത് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല, അതുകൊണ്ട് എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ മഹാന്മാർ, മുഹമ്മദ് ബിൻ സുലൈമാൻ തങ്ങളെ പോലെയുള്ള ആളുകൾ. ഇദാ ജാഅത്തി ദുനിയ ഇലൽ ഖൽബി തറഹലത്തിൽ ആഖിറതു ബിൻ. വല്ലാത്തൊരു വാക്കാണ് മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മഹുല്ലാഹ് പറഞ്ഞ വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ്. ദുനിയാവ് മനസ്സിലേക്ക് വന്നാൽ ആഖിറം അവിടുന്ന് പോകും. പൈസയാണ് വേണ്ടത് എന്ന ചിന്ത മനസ്സിലേക്ക് വന്നാൽ ആഖിറം അവിടുന്ന് ഇട്ടേച്ചു പോകും. ഖൽബിൽ ആദ്യമേ ദുനിയാവുണ്ടെങ്കിൽ ആഖിറം അങ്ങോട്ട് വരികയുമില്ല. കാരണം എന്താണെന്നറിയോ? ആഖിറത്തിന്റെ വിഷയം അള്ളാഹുവിന്റെ അടുത്ത് വിലപ്പെട്ടതാണ്. ദുനിയാവ് നിസ്സാരമാണ്. നിസ്സാരമായിടത്തേക്ക് വിലപിടിപ്പുള്ള ആഖിറം വരികയില്ല. മനസ്സിൽ ആഖിറത്തിന്റെ മനസ്സിൽ പൈസയുടെ ചിന്തയാണ് കിടക്കുന്നതെങ്കിൽ ആഖിറം അങ്ങോട്ട് കടന്നു വരൂല. ആഖിറം ഖൽബിലുണ്ട്, ഇപ്പോഴാണ് പൈസയുടെ മോഹം തോന്നിയത് എങ്കിൽ പൈസ വരും, ആഖിറം തിരിച്ചു പോകും. രണ്ടും കൂടെ ഒരുമിച്ച് ഖൽബിൽ ഉണ്ടാവില്ല എന്ന് മഹാനായ ആലിമും ആരിഫു ബില്ലാഹി ആയിരുന്ന അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അബൂ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നല്ല പെണ്ണായിരുന്നു, നല്ല ഭാര്യയായിരുന്നു. അബൂ മുസ്ലിം ഖൗലാനി റഹ്മഹുല്ലാഹ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. മുആവിയ തങ്ങളുടെ വളരെ അടുത്ത ആളാണ്. പക്ഷെ വളരെ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. ഭാര്യയ്ക്ക് സന്തോഷം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അവര് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ മുറ്റത്തെത്തിയാൽ പറയും അല്ലാഹു അക്ബർ. അത് കേട്ട് ഭാര്യ വീട്ടെന്ന് പറയും അല്ലാഹു അക്ബർ. വരാന്തയിലേക്ക് കയറിയാൽ അദ്ദേഹം പറയും സുബ്ഹാനല്ലാഹ്, ഭാര്യ പറയും സുബ്ഹാനല്ലാഹ്. വാതിൽക്കലെത്തിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും, ഭാര്യ സലാം അടക്കും. വാതിൽ തുറക്കും, ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ വലിയ സംഭവമാണ് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ. കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, അവർ വർത്തമാനം പറയും, സന്തോഷത്തോടെ അവർ കിടന്നുറങ്ങും. നല്ല റാഹത്തുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു ദിവസം വന്നപ്പോ തക്ബീർ ചൊല്ലി ഒരു മറുപടിയും വരുന്നില്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലി മറുപടിയില്ല, സലാം പറഞ്ഞിട്ട് മറുപടിയില്ല. വാതിൽ തുറന്നു നോക്കും, പെണ്ണിനെ കാണാനായില്ല. വീടിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഏതോ ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, പെണ്ണേ നിനക്കെന്ത് പറ്റി, എന്തേ ഈ മാറ്റം എന്ന് ചോദിച്ചു. വല്ലാത്തൊരു മാറ്റാണല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയല്ലേ, ഖലീഫയോട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കൊരു വേലക്കാരിയെ തരൂലേ, നിങ്ങൾ എന്താ ചോദിക്കാത്തത്, ഞാൻ ഈ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പ പിടികിട്ടി ഇവളാരോ പറഞ്ഞു പറ്റിച്ചതാണിത്. അങ്ങനെ കൈയുയർത്തി ഒരൊറ്റ ദുആ ഉത്തരം കിട്ടുന്ന അല്ലാഹുമ്മ അഅമി ബസ്റ മൻ ഖബ്ബബ ഇംറഅതി. എന്റെ പെണ്ണിനെ കേടുവരുത്തിയ പെണ്ണ് ആരാണോ
അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തുകൊണ്ടുപോകും പടച്ചോനെ. അബൂ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹിയുടെ ദുആ. 4 വീട് അപ്പുറത്തൊരു പെണ്ണിരിക്കുന്നുണ്ട്. ഓള് ചോദിച്ചു, ആരവിടെ വിളക്കൂതിയത്? ഇപ്പൊ വിളക്കൂതിയതല്ലല്ലോ, വിളക്ക് കത്തുന്നുണ്ടല്ലോ, കണ്ണുപോയതാ. ആ സെക്കൻഡിൽ കാഴ്ച നഷ്ടപ്പെട്ടു. അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പെണ്ണിന് അപ്പം മനസ്സിലായി, ഇത് അബൂ മുസ്ലിം ഖൗലാനിയുടെ പ്രാർത്ഥന എനിക്ക് ഫലിച്ചതാണ്. നേരെ ഇറങ്ങി വന്നു, കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അബൂ മുസ്ലിം ഖൗലാനി പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് മാപ്പ് തരണം. ഞാനത് വന്ന് പറഞ്ഞത് നിങ്ങളുടെ പെണ്ണിനോടും, നിങ്ങൾ എന്തിനായി കഷ്ടപ്പാടൊക്കെ? നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ കിട്ടുമല്ലോ കുറച്ച് പൈസയൊക്കെ, ഭർത്താവ് എന്താ ചോദിക്കാത്തത്? അങ്ങനെ ഉണ്ടാവും. പല പെണ്ണൊക്കെ ചോദിക്കും, നിങ്ങൾ വലിയ അടുത്ത ആളല്ലേ, മറ്റേ മുതലാളി എന്ന് ചോദിച്ചൂടെ? ഒരു ജോലിക്ക് മോൻ്റെ ഒരു സീറ്റിന് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ പെണ്ണുങ്ങൾ പിരികയറ്റുമ്പോൾ ബാക്കി പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? നാശമായി പോവാണ്. എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെയാ, ഒരുമിച്ച് നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ജീവിച്ചിരുന്ന പെണ്ണുങ്ങളുടെ ഗൾഫിൽ വന്നിട്ട് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയോ മറ്റോ ചെയ്തിട്ട് നന്നാവുന്നവരുണ്ട്, കേടുവരുന്നവരുണ്ട്. അച്ഛൻ്റെ തത്തമ്മയുടെ കഥ പറഞ്ഞില്ലേ? അച്ഛൻ്റെ തത്തമ്മ, പള്ളിയിലച്ഛൻ്റെ തത്തമ്മേ വല്ലാതെ തെറി പറയാൻ തുടങ്ങി. ഭയങ്കര മോശമായിപ്പോയി. എങ്ങനെയുണ്ടല്ലോ മൂല്യന്മാരെ മക്കളൊക്കെ, കൊച്ചു മക്കളൊക്കെ വല്ലാത്ത വർത്താനം പറഞ്ഞാൽ വടച്ചറമ്പ മാനം കെടൂലേ? അച്ഛൻ്റെ തത്ത എന്ത് ചെയ്തു? വല്ലാത്ത തെറി പറയാൻ തുടങ്ങി. ആരോ പഠിപ്പിച്ചതാണ്, തത്ത വർത്താനം പറയാലോ. ഒരാളുടെ അച്ഛൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ അപ്പൊ തീരുമാനിച്ചു, എന്ത് ചെയ്യാ, ഇന്റെ ഈ തത്തനെ, അച്ഛൻ്റെ അടുത്തൊരു തത്തണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പാർപ്പിച്ചാൽ ശരിയായി കിട്ടുമെന്ന്. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വന്നു നോക്കുമ്പോ പൂരത്തെറിയാൻ തത്ത പറയാൻ തുടങ്ങിയത്. വിചാരിച്ചു നന്നാവുമെന്ന്. അപ്പൊ അച്ഛൻ്റെ തത്തൻ്റെ അടുത്ത് അതിലും വലുതാണുള്ളത്. കൂടെ കഴിയുന്ന സമയത്ത് കേടുവരുന്ന അവസ്ഥകൾ വരും. ഇങ്ങനെയാണ്. മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്റെ മാപ്പിളക്ക് ഇത് കിട്ടിയല്ലോ, എന്റെ മാപ്പിളക്ക് എന്താ ഒന്നും അറിയില്ലേ, ഒരു കൗശലമല്ലേ. എന്റെ പെണ്ണിനെ ആരാണോ നശിപ്പിച്ചത് അവളുടെ കണ്ണിന്റെ കാഴ്ച നീ കൊണ്ടുപോകണമേ. പെണ്ണ് വന്ന് കരഞ്ഞപ്പോ അബൂ മുസ്ലിം ഖൗലാനി ദുആ ചെയ്തു, പടച്ചവനെ കൊടുത്തേക്ക് കണ്ണിന്റെ കാഴ്ച. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് നടന്നുപോയ പെണ്ണാണത്. വന്നത് കൈപിടിച്ചിട്ടാണ്, തിരിച്ചു പോയത് കണ്ണോട് കണ്ടു. അങ്ങനത്തെ മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ദുനിയാവിലേക്കുള്ള ഈ നോട്ടം, അവൻ അതുണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഇതുണ്ടല്ലോ, അത് എനിക്കും വേണമല്ലോ എന്നുള്ള ഒരു നോട്ടം, അന്നദറത്തുൽ മുഹറമ, കണ്ണുകൊണ്ട് ഹറാമായ നോട്ടമാണത്. രണ്ടാമത്തേത് അന്നദറത്തുൽ ഖായിന, വഞ്ചനയുടെ നോട്ടം, വഞ്ചിക്കുന്ന നോട്ടം. വല്ലാഹു യഅലമു ഖായിനത്തുൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അല്ലാഹു അറിയുന്നു എന്നതിന്റെ അർത്ഥം. വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നു. ഇതിന് മഹാനായ സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ കൊടുത്തത്, ഏതെങ്കിലും ഒരു അന്യ പെണ്ണോ മറ്റോ അവിടെ ഉണ്ടെങ്കിൽ ആരും അറിയില്ല എന്ന് കണ്ട അവങ്ങ നോക്കിയിരിക്കും. ആരെങ്കിലും നോക്കണമെന്ന് കണ്ട കണ്ണെടുക്കും. ഈ തരത്തിൽ കണ്ണ് വെട്ടിച്ചുകൊണ്ടുള്ള കളി. യഅലമു ഖായിനത്തുൽ അഅ്യുൻ, ആരാരും കാണില്ല എന്ന് വിചാരിച്ചാൽ അവൻ എന്ത് മോശപ്പെട്ടതും കാണും. ആരെങ്കിലും കാണുന്നു കണ്ടാൽ പൂട്ടിവെക്കും. അള്ളാഹുവിന് ഇതറിയാം. നിങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന ഈ വഞ്ചന അള്ളാഹു അറിയുന്നു. ഖായിനത്തുൽ അഅ്യുൻ മറ്റൊരു നിലക്ക് വരും. ഒരു മുസ്ലിമിനെ ഇസ്തിറാ ചെയ്യുക, ഒരാളെ നിസ്സാരപ്പെടുത്തി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. നാവ് കൊണ്ടൊന്ന് പറയാ, കണ്ണുകൊണ്ട് മറ്റെന്തെങ്കിലും ആംഗ്യം കാണിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. കണ്ടുകൊണ്ട് ചെറിയ കൂട്ടുകാരപ്പുറം തിരിയുന്ന ആൾക്കാരുടെ അവർക്ക് മനസ്സിലാവും ഈ കോഡ് ഭാഷ. വന്ന ആളോട് നല്ല നിലക്ക് വർത്തമാനം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹ് നടക്കുമ്പോൾ എല്ലാവർക്കും നബി തങ്ങൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അൻസുമുത്തുലഖ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ 2 പെണ്ണുങ്ങൾക്കും 4 പുരുഷന്മാർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റം ശിക്ഷ അർഹിക്കുന്ന 4 ആളുകളുണ്ട്. അതുപോലെ തന്നെ 2 പെണ്ണുങ്ങളും മക്കയിലുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഈ 4 പേരെ കുറിച്ചും ആ 2 പെണ്ണുങ്ങളെ കുറിച്ചും പറഞ്ഞു നബി തങ്ങൾ, അവര് മുതഅല്ലിഖീന ബി അസ്താരിൽ കഅബ, കഅബയുടെ വസ്ത്രത്തിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവരെ വധിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബി സർഹ് എന്ന് പറയുന്ന ആൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ മുലകുടി ബന്ധമുള്ള ഒരു സഹോദരനാണ് ഇദ്ദേഹം, അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഇബ്നു അബി സർഹ്.
അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ശത്രുവായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈപിടിച്ചു വരുന്നു. നബിയെ അബ്ദുല്ലാഹിയോട് അങ്ങ് ബൈഅത്ത് ചെയ്തേക്കണം നബിയെ. അബ്ദുള്ള നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നബി തങ്ങൾ കണ്ണുയർത്തി നോക്കി, മറുപടി പറഞ്ഞില്ല. അബ്ദുള്ളയോട് ബൈഅത്ത് ചെയ്യൂ നബിയെ. അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ്. നബി തങ്ങൾ നോക്കിയില്ല. മൂന്നാമത്തെ തവണയും പറഞ്ഞു. നബി തങ്ങൾ ബൈഅത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അമാ കാന ഫീകും റജുലുൻ ശദീദ് യഖൂമു ഇലാ ഹാദാ ഹീന റആനി. എന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നതിന്റെ മുമ്പേ ഇയാളെ വധിച്ചു കളയാൻ പറ്റിയ തന്റെ ഇടമുള്ള കുട്ടികളൊന്നും നിങ്ങളുടെ കൂട്ടത്തിലില്ലായിരുന്നോ? കാരണം അത്രക്ക് മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്ത 6 ആളുകളൊക്കെയാണ് നബിതങ്ങൾ മാപ്പ് കൊടുക്കാതിരുന്നത് മക്കയിൽ. മക്കെല്ലാവർക്കും മാപ്പ് കൊടുത്തു. നിങ്ങളിൽ തന്റെ ഇടമുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ലേ, ഈ അബ്ദുല്ലാഹി ഇബ്നു സഅദ്? എന്റെ മുമ്പിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവനെ വധിച്ചു കളയാൻ പറ്റിയ ചെറുപ്പക്കാർ നിങ്ങളിൽ എന്തേ ഇല്ലാതിരുന്നത്? അവര് പറഞ്ഞു, വമാ യുദ്രീന യാ റസൂലല്ലാഹ് മാ ഫീ നഫ്സിക്. അങ്ങയുടെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ നബിയെ. അലാ ഔമത ഇലൈനാ ബിഐനിക. അബ്ദുല്ലാഹി ഇബ്നു സഅദ് വന്നപ്പോ കണ്ണുകൊണ്ടൊരാംഗ്യം കാണിച്ചുകൂടായിരുന്നു നബിയെ? ഞങ്ങൾ ആ സൂചന കണ്ട് അന്നേരം വധിക്കുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ണുകൊണ്ടൊരാംഗ്യം കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നഹു ലാ യംബഗി ലിനബിയ്യിൻ അൻ തകൂന ലഹു ഖായിനതു ഐൻ. ഒരു നബിക്കും വഞ്ചിക്കുന്ന കണ്ണ് പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ അമ്പിയാക്കന്മാർ, സാധാരണക്കാർക്കും പാടില്ലെന്നാണത്. വഞ്ചനയുടെ കണ്ണ്. മുമ്പിലേക്ക് ഒരാൾ നിൽക്കുകയാണ്, അയാളോട് നല്ല നിലക്ക് സംസാരിക്കുന്നു, തിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് മോശപ്പെട്ട് കാണിക്കുക. നല്ല വർത്തമാനം പറയാ, കണ്ണുകൊണ്ട് നിസ്സാരമായി കാണിക്കുക. ഇത് ഒരു മുസ്ലിമിനെ ചെയ്യാൻ പാടില്ല. കണ്ണിന് ലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം എന്ന് പറഞ്ഞ കണ്ണിന് ചെയ്യേണ്ട ശുക്രിൽപ്പെട്ടതാ. ഇത് നമ്മൾ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം മുസ്ലിമായി കേട്ടോ. ഈ അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് മുസ്ലിമായി എന്ന് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റോമക്കാർക്കെതിരെ നടന്നിരുന്ന ഒരു കപ്പൽ പടയുടെ വലിയ 1000 കപ്പലുകൾ നിരത്തി റോമക്കാർ അറബികളോട് യുദ്ധം ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. അന്ന് ആ യുദ്ധത്തിലൊക്കെ സംബന്ധിച്ച സ്വഹാബിയാണ് അദ്ദേഹം. മരിക്കുന്ന സമയത്ത് സക്കറാത്തിൽ കിടക്കുമ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ അവസാനത്തെ അമല് സുബഹി നിസ്കാരമാക്കി തരണമേ. അങ്ങനെ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം സുബഹി നിസ്കാരത്തിന് വുദു എടുത്തു, സുബഹി നിസ്കരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ഫഫാലത്ത് ബിഹി നഫ്സുഹു. അങ്ങനെ മരിച്ചുപോയ ആളാണ് ഇദ്ദേഹം, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ്. പക്ഷെ അന്ന് നബി തങ്ങൾ മാപ്പ് കൊടുത്തിട്ടില്ല. അത് ചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങളാണ്. വഹ്ശിയെ ശിക്ഷിക്കണമെന്ന് നബി തങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആൾ. പക്ഷെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, വഹ്ശി മുസ്ലിമായി. ഹിന്ദിനെ പ്രതികാരം എടുക്കുന്ന നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹംസ റളിയല്ലാഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയ പെണ്ണ. പക്ഷെ ഹിന്ദിന് അല്ലാഹു എന്ത് ചെയ്തു? ഹിദായത്ത് കൊടുത്തു. കഅബ് ഇബ്നു സുഹൈർ, ഐന വജത്തും കഅബൻ ഫഖ്തുലൂഹു. കഅബിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഅബ് ഇബ്നു സുഹൈർ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു സുഹൈർ ഇബ്നു അബീ സുൽമ മുസ്ലിമായി. അല്ലാഹു ഓർത്തു കൊടുത്തു. നബി തങ്ങൾ മുസ്ലിം ആവണമെന്ന് വിചാരിച്ച ആൾ അബൂ ത്വാലിബ് കിട്ടിയില്ല. ഉമയ്യത്ത് ഇബ്നു അബീ സുൽത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ ആളുകൾ തങ്ങൾ കിട്ടണമെന്ന് കിട്ടിയിട്ടില്ല, കിട്ടരുതെന്ന് വിചാരിച്ചവർ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനമാണ്. ഹിദായത്ത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പഠിപ്പിക്കാൻ. ഏതായിരുന്നാലും ഖായിനത്തുൽ അയുൻ, വഞ്ചിക്കുന്ന കണ്ണ് ഒരാൾക്കും പാടില്ല. കണ്ണുകൊണ്ട് ആരെയും നിസ്സാരമാക്കി കാണിക്കരുതേ, കണ്ണുകൊണ്ട് കാണിക്കാൻ പാടില്ല. പിന്നെ അന്നദറത്തുൽ മുതലസ്സിസ, കട്ടുനോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മനിത്തലഅ ഫീ ബൈതി ഖൗമിൻ ബിഗൈരി ഇദ്നിൻ ഫഫഖഉ ഐനഹു ഫലാ ദിയത ലഹു വലാ ഖിസാസ്. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക്, ഒരു സമൂഹത്തിന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരാൾ സമ്മതമില്ലാതെ കണ്ണുകൊണ്ട് നോക്കിയാൽ, ഒരു വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? സലാം പറയണം, സമ്മതം ചോദിക്കണം. മഹാനായ സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിന്റെ തഫ്സീർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. വീടിനെ സംബന്ധിച്ച് ബുയൂത്ത് സക്കൻ ജഅല അല്ലാഹുൽ ബുയൂത്ത സക്കന. ഒരു മനുഷ്യന് ആശ്വാസം പോലെ ഇരിക്കുന്ന സ്ഥലം വീട് എന്നാണ്. ഒരാളുടെ വീട്ടിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ്. ആശ്വാസത്തിന് സക്കൻ,
വജഅല ലക്കും ഫീ മിൻ ബുയൂതികും സകന, അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തന്നു. അങ്ങോട്ട് ആരാ വരുന്നത്, ആരാ വരേണ്ടത്, ആരാ വരാതിരിക്കേണ്ടത്, ഇത് തീരുമാനിക്കാനുള്ള അവകാശം വീട്ടുകാരനുണ്ടെന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നു വാതിൽക്ക് നിന്നിട്ട് സലാം പറയാതെ സമ്മതം ചോദിക്കാതെ വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുകയാണ്, അല്ലെങ്കിൽ ജനലിന്റെ ബാക്കിലൂടെ പോയിട്ട് നാട്ടിന്റെ കുറച്ച് പിരിവേരിങ്ങനെ എത്തിങ്ങാന പിരിവ്, പള്ളിക്ക് പിരിവ് എന്ന് പറഞ്ഞ് പൊര മുഴുവൻ തവാഫ് ചെയ്യും. എന്നിട്ട് ജനൽ തുറന്നു നോക്കും, ഇവിടെ ആരുമില്ലേ, അവിടെ വന്ന് നോക്കും, ഇവിടെ ആരുമില്ലേ. കണ്ണ് കുത്തി പൊട്ടിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെ ഒരാൾ എത്തി നോക്കിയാൽ, ശറഈന്റെ തീരുമാനം, നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ പരിസരത്തെ വീടുകളുടെ വാതിലോ ജനലോ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പാടില്ല എന്നാ. വാതിലോ ജനലോ തുറന്നു കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാൻ പാടില്ല. അത് തുറന്നിടരുത്, അത് വേറെ വിഷയം. തുറന്നിട്ട് കഴിഞ്ഞു, നമുക്ക് നോക്കാൻ പാടില്ല. വഴിയിലൂടെ പോവാൻ ഒരു കാർ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ കാറിന്റെ ഉള്ളിൽ പോയി പാളി നോക്കണ്ട, ആ കാറിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, അതിനുള്ളിൽ ആരാ ഉള്ളത് നിങ്ങൾ നോക്കണ്ട. അതൊക്കെ ജാസൂസിന്റെ പണിയാണ്, നമുക്ക് ചെയ്യാൻ പാടില്ലെന്നാണ്. വലാ തജസ്സസു, അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ്, എത്തി നോക്കാൻ പാടില്ലെന്നാണ്. പിന്നല്ലേ മെയിൽ ഹൈജാക്ക് ചെയ്യുന്നത്, അക്കൗണ്ടുകൾ ഹൈജാക്ക് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ സ്വകാര്യതകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരാൾ ഒരു സമൂഹത്തിന്റെ ഒരു വീട്ടിലേക്ക് വന്ന് ബിഗൈരി ഇദ്നിൻ, അവരുടെ സമ്മതം കൂടാതെ വന്ന് വീടിലേക്ക് എത്തി നോക്കിയാൽ, ഫഫഖഹു ഐന, ആ മനുഷ്യന്റെ കണ്ണയാൾ അവർ കുത്തിപ്പൊട്ടിച്ചാൽ, ഫലാ ദിയത ലഹു വലാ ഖിസാസ, അതിന് ഖിസാസ് നടപടിയുമില്ല, അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുമില്ല. കണ്ണുപോയ കണ്ണിന് പകരം കണ്ണുണ്ട്, പക്ഷേ വേണ്ട, ഇത് അവന്റെ പ്രൈവസിയിലേക്ക് എത്തി നോക്കിയപ്പോൾ കൊടുത്തതാ, കുഴപ്പമില്ല. നബി തങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ വന്നിട്ട് എങ്ങനെ നോക്കുക വാതിലിന്റെ ഇടയിലൂടെ. അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെട്ടത്. തങ്ങൾ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ ഹാദാ, ഇങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് അല്ലാഹു തആല സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നത്തെ സമ്മതം ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, വീട്ടുകാരെ അറിയിക്കുക. അവർക്ക് നിങ്ങൾ വരുന്ന സമയം ഇഷ്ടമാണോ അല്ലയോ, വീട്ടുകാരുടെ സ്വകാര്യതകൾ ഉണ്ടാവും, അതവർക്ക് പറ്റുമോ ഇല്ലയോ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഇഷ്ടമാവും എന്നറിയാതെ ഭാവിക്കാതെ നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോവണ്ടെന്ന ശറഅ പറയാ. എന്തേ? അത് അവരുടെ പ്രൈവസിയാണ്, സ്വകാര്യതയുടെ സമയമാണത്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകാം, നമ്മളതിലേക്ക് തദഖുൽ ചെയ്ത് ആശ്വാസം കിട്ടുന്നൊരു സമയം ഇല്ലാതെ പോകും. അന്ന് ജാഹിലിയ്യ കാലത്ത് ആളുകൾ വീട്ടിലേക്ക് കയറി വന്ന് ഹാ അന ദഖൽതു, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, ഇത് പറ്റൂല, വീട്ടിലേക്ക് അടിച്ച് കയറിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്നാ വിളമ്പിക്കോളൂ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. എന്ത് ഫ്രീഡം ആസ്വദിക്കും, ഇതൊന്നും ഇങ്ങനത്തെ ഫ്രീഡം ഒന്നും ദീനിൽ പാടില്ലാത്തതാണ്. അന്യൊരാളിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോവാ, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച ആളാണെന്ന് വിചാരിക്കുക, ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ എവിടെ, ആ ഭാര്യ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ കാര്യച്ചില്ല? സ്വന്തം ഉമ്മയും വാപ്പയാന്ന് വിചാരിക്കുക, അവരോട് വരെ സമ്മതം ചോദിക്കണം എന്നാ. നബി തങ്ങളോട് ഒരാൾ ചോദിച്ചില്ല, പൊന്നാര നബിയെ, എന്റെ ഉമ്മയെ ഞാനാ നോക്കണത് നബിയെ, എന്റെ ഉമ്മാന്റെ അടുത്ത് പോകാൻ സമ്മതം വേണോ? ഉമ്മാന്റെ റൂമിലേക്ക് ചെല്ലുമ്പോ, ഉമ്മ മാത്രമുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോ സമ്മതം ചോദിച്ചു കിടക്കണോ? തങ്ങൾ ചോദിച്ചു, നീ സമ്മതം ചോദിക്കേ. ഒരാൾ പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മയെ ഞാനാണ് ശുശ്രൂഷിക്കുന്നത്, എന്റെ ഉമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്, വയ്യാത്ത ഉമ്മയാണ്, സമ്മതം ചോദിക്കണോ നബിയെ? നിന്റെ ഉമ്മയുടെ ഔറത്ത് കാണാൻ നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എന്നാ സമ്മതം ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശറഅ്. മോശപ്പെട്ട കാഴ്ചകൾ കാണാതിരിക്കാൻ. നമുക്ക് കാണാൻ പാടില്ലാത്ത വീട്ടിലുണ്ടാവും, കാണാൻ പാടില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടാവും, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ അവിടെ കണ്ടെന്ന് വരും. ഇതില്ലാതിരിക്കാൻ ആ വീട്ടുകാരോട് സമ്മതം ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ വന്നാൽ ആ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം? വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി, മറക്കേണ്ടത് മറച്ച്, മാറ്റിവെക്കേണ്ടത് മാറ്റിവെച്ച് വീട്ടുകാർക്ക് സ്വീകരിക്കാനുള്ള അവസരമാകുമ്പോൾ അവർ സമ്മതം കൊടുക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണമെന്ന, പിന്നെ വീടിന്റെ അടുക്കള വാതിലൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തൂടെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. മുതലസ്വിസായ നോട്ടം, കട്ടുനോക്കുന്ന ഈ നോട്ടം പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ 27-ാമത്തെ ആയത്ത് നമ്മൾ മുമ്പ് വളരെ കൂടുതൽ ചർച്ച ചെയ്ത് പഠിച്ച വിഷയമാണ്. അന്നദറത്തുൽ മുതലസ്വിസ. ഇനി 4ാമത് പറയുന്ന വിഷയമാണ് നമ്മൾക്കൊക്കെ സുപരിചിതമായ വിഷയം, അന്നദറത്തുൽ ജായിഅ, വിശന്നവന്റെ നോട്ടം. വിശന്നവന്റെ നോട്ടം പാടില്ലാത്തതാണ്.
വിശന്നവന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഹറാം നോക്കിയിട്ട് ആസ്വദിക്കുക, ഹറാം നോക്കിയിട്ട് ആസ്വദിക്കുക. അന്യ പെണ്ണുങ്ങളെ നോക്കുന്നത്, എന്തെങ്കിലും കാണാൻ പാടില്ലാത്ത പിക്ചർ കാണുന്നത്, കാണാൻ പാടില്ലാത്ത വീഡിയോ ശ്രദ്ധിക്കുന്നത്, കാണാൻ പാടില്ലാത്ത ഇടത്തേക്ക് പോയി നിൽക്കുന്നത്, ഇവന്റെ ഒരു ദാഹം, ഒരു തരം അപ്പറ്റൈറ്റ്, അവന്റെ ഒരു ദാഹം, ഒരു വിശപ്പുണ്ടാവും. ആ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ ഒരു അന്യ പുരുഷൻ കാണുന്നതോ, ഒരു അന്യ പുരുഷൻ അന്യ പെണ്ണിനെ കാണുന്നതോ, ഇതൊക്കെയാണ് ഈ വിശന്ന നോട്ടം എന്നതുകൊണ്ട് ശറഅ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സത്യവിശ്വാസികളോട് പറയണം നബിയെ, അവർ കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങളും അസ്ഹാബും ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ, യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസമാണ്. അന്ന് ഹജ്ജിന് പോകുന്ന സമയം ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ ഒട്ടകത്തിന്റെ പിൻ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. നബിയുടെ ഒട്ടകത്തിന്റെ പിൻ സീറ്റിൽ കാന റദീഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോരോ പെണ്ണുങ്ങൾ ഓരോരോ കാര്യം ചോദിക്കാൻ വേണ്ടി, മസ്അല ചോദിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഇസ്തഫ്തത് റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി, നബി തങ്ങളോട് ഒരു ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നു. നബി തങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുന്നു, പെണ്ണ് താഴെയാണ്, നബിയുടെ ബാക്കിൽ ആരുണ്ട്? ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ പെണ്ണ് ഹജ്ജിന്റെ മസല ചോദിക്കുക. ഇഫ്അൽ വലാ ഹറജ, ഇഫ്അൽ വലാ ഹറജ, ഇഫ്അൽ വലാ ഹറജ. ഹജ്ജിന് ചോദിച്ച എല്ലാ മസലക്കും നബി തങ്ങൾ അങ്ങനെ പറഞ്ഞെന്നാ, ചെയ്തോളൂ, കുഴപ്പമില്ല, ഇഫ്അൽ വലാ ഹറജ്. അപ്പൊ ഈ പെണ്ണ് വന്ന് ചോദിക്കുകയാണ് മസ്അല. അപ്പൊ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ നോക്കി, ആ പെണ്ണ് ഫളൽ ഇബ്നു അബ്ബാസിനെയും നോക്കി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നബി തങ്ങൾ കഴുത്തുകെട്ടി തിരിച്ചു, ഫളൽ എങ്ങോട്ട് നിൽക്കുന്നു പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞു, സംശയം നിവാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫളൽ പിന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ആ പെണ്ണും നോക്കി. നബി തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, തിരിച്ചു കളഞ്ഞു മുഖം. എന്നിട്ട് പറഞ്ഞു, ഫളൽ ഇബ്നു അബ്ബാസ്, ഇന്നൽ ഗീറത മിനൽ ഈമാൻ വൽ മിദാഉ മിനൻ നിഫാഖ്. അൽ ഗീറതു മിനൽ ഈമാൻ, ഗീറത്ത് അഭിമാനബോധം തോന്നുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഫളലേ, അഭിമാനബോധം തോന്നുക, ഞാനിത് ചെയ്യാൻ പാടില്ലല്ലോ, എനിക്കത് അനുവദിക്കപ്പെട്ടതല്ലല്ലോ, ഒരു അന്യ പെണ്ണിനെ ഞാൻ നോക്കുകയോ ഇത് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നത് ഈമാനിന്റെ ഭാഗമാണ്. വൽ മിദാഉ മിനൻ നിഫാഖ്. മിദാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് മനസ്സിലാകും, മദി എന്ന് പറയുന്ന സാധനമാണ് മിദാ എന്ന വാക്ക് വരുന്നത്. സ്ഖലനം സംഭവിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന നനവത് നജസാണ്. മനി നജസല്ല, പക്ഷെ മനിയുടെ മുമ്പുള്ള ദ്രാവകം നജസാണ്. വൈകാരികമായ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് മതി പുറപ്പെടുക, അതിനുശേഷമാണ് മനി പുറപ്പെടുക എന്ന് പറയാം. ഈ മിദാ പുറപ്പെടുന്ന അവസ്ഥയിൽ വൈകാരികമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് വരാൻ വേണ്ടി ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു വികാരം തോന്നാൻ വേണ്ടി നോക്കി നിൽക്കുന്നത് മിനൻ നിഫാഖ്, കപടവിശ്വാസമാണ്. ഈമാനുള്ളവനത് ചെയ്യൂല. വൈകാരികമായ ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ വേണ്ടാത്തൊക്കെ നോക്കി നിൽക്കുക, ഇത് മുഅ്മിന് ചെയ്യൂല. ഫളൽ ഇബ്നു അബ്ബാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുട്ടിയുടെ വാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നാര നബി, എന്തെന്റെ മകൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മുഖം തെറ്റിക്കണത് ഞാൻ കണ്ടല്ലോ, മുഖം പിടിച്ച് തിരിക്കണത്, എന്താ നബിയെ വിഷയം? ഞാൻ ഇടപെടേണ്ട വല്ല വിഷയമുണ്ടോ? വാപ്പ വന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ അബ്ബാസ്, റഅയ്തു ശാബൻ വശാബ ഫലം ആമിന ശൈത്വാന അലൈഹിമാ. ഞാൻ ഒരു യുവാവിനെയും ഒരു യുവതിയെയും കണ്ടു, പിന്നെ അവിടെ പിശാച് വരില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധ തിരിച്ചതാണ്. ഒരു ചെറുപ്പക്കാരിയെ ഞാൻ കണ്ടത്, പിന്നെ അവിടെ പിശാച് വരുമല്ലോ, അത് വരാതിരിക്കാൻ ഞാൻ ചെയ്തതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കുക, അത് കണ്ണിന് ചെയ്യുന്ന ശുക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു, നമ്മുടെ മുഖത്തുള്ള കണ്ണ് അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണാണ്, തിരുനബിയെ കാണാനുള്ള കണ്ണാണ്. വലിയൊരു നിഅമത്താണ് നമ്മുടെ മുഖത്ത് അള്ളാഹു തന്നിട്ടുള്ളത്, വലിയൊരു നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് നടക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ നിഅമത്ത് എടുത്തു കളയാൻ അള്ളാഹുവിന് കഴിയും. വലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം, നിങ്ങളുടെ ഈ കണ്ണിനെ എടുത്തു കൊണ്ടുപോകാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. ഫസ്തബഖുസ് സിറാത, നിങ്ങൾ വഴി കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുകയും ഫഅന്നാ യുബ്സിറൂൻ, എവിടെ നിന്ന് നിങ്ങൾ കാണാനാണ് എന്ന്
പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരു കണ്ണിന്റെ നിഅമത്ത് നമ്മൾ നിലനിർത്തുക. അതുകൊണ്ട് 4 നോട്ടങ്ങൾ മുഹറമത്താണ്. ഒന്ന്, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകുന്ന ഐശ്വര്യങ്ങളും ആഡംബരങ്ങളും ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുന്നത്. ഒരു നോട്ടം കുഴപ്പമില്ല, നിരന്തരം നോക്കുന്നത് ആഗ്രഹം വരും, അത് വേണ്ട. രണ്ടാമത്തേത് കട്ടുനോട്ടം, വഞ്ചനയുടെ നോട്ടം, ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയുള്ള നോട്ടം. മൂന്നാമത്തേത് എത്തി നോക്കുന്നത്, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കണ്ണയക്കുന്നത്, ഒരാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നത്, വീട്ടിലെ ആളുകളെ എത്തി നോക്കുന്നത്, വീടിന്റെ ജനലിലൂടെ വാതിലിന്റെ പഴുതിലൂടെ നോക്കുന്നത് പാടില്ലാത്തതാണ്. മറ്റേത് വിശന്നവന്റെ നോട്ടം, അവന്റെ ശരീരം പാപം ചെയ്യാൻ വിശക്കുന്നുണ്ട്, അത് ശമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ചില വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണുങ്ങൾ, ഇപ്പോൾ ഏത് ഉസ്താദാണെങ്കിലും ഏത് ഷെയ്ഖാണെങ്കിലും അന്യ പെണ്ണുങ്ങൾ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് വരാനോ പ്രത്യക്ഷപ്പെടാനോ പാടില്ലാത്തതാണ്. അതിൽ ഒരു സംശയമില്ല, ഒരു സംശയവുമില്ല. ദീനിന്റെ പേര് പറഞ്ഞിട്ട്, മുറബ്ബിയാണെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ ഷെയ്ഖാണെന്നും പറഞ്ഞിട്ട് അന്യ പെണ്ണുങ്ങളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവിനോട് പറയാ, ഈ പൊയ്ക്കോ, ഇവൾ എന്റെ കുട്ടിയാണ്, നീയും എന്റെ കുട്ടിയാണ്, നീ എന്റെ മുരീദ്, ഇവൾ എന്റെ മുരീദ, ഈ പൊയ്ക്കോ, ഓളെ ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഒരു അന്യ പുരുഷനായ മനുഷ്യന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോകുന്ന പുരുഷന്മാർ. ഹറാമാണ് നടക്കുന്നത്, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു ഷെയ്ഖോ ഒരു മുരീദോ ഇസ്ലാമിന്റെ ശരീഅത്തിൽ അംഗീകരിക്കൂല അല്ലാഹു തആല. ഇതാരും ഉദ്ദേശിച്ച് പറയല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്മ് ചെയ്യാൻ പാടില്ല. ആരും സ്വർഗത്തിലാണ് എന്ന് ഉറപ്പാണ്, വല്ലാഹി എനിക്കുറപ്പാണ് ഇയാൾ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് പറയപ്പെട്ട ആളുകളെ കുറിച്ചല്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പാടില്ല. ആവാം. മഹാനായ ഷെയ്ഖ് മുഹൈദ്ദീൻ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുരീദന്മാരെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിൽ, അങ്ങേയറ്റത്തെ പ്രതീക്ഷയിൽ എന്റെ മുരീദന്മാർ നരകത്തിലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് ജസ്മ് ചെയ്ത് പറയാൻ പാടുണ്ടോ ഇല്ലയോ, നമ്മുടെ ഫുഖഹാ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ചില ആളുകൾ വിചാരിച്ചു നമ്മുടെ എറണാകുളവുമായി ബന്ധപ്പെട്ട ഒരു തരീഖത്തുകാരെ പറ്റി പറഞ്ഞത്. അങ്ങനെയല്ല. നമ്മൾ ഒരു സംഘത്തെ ഉദ്ദേശിച്ചു കൊണ്ടല്ല ഇവിടെ പറയുന്നത്, വിഷയം പറയുകയാണ്. അത് ആരെ പറ്റിയും തോന്നുന്നുണ്ടോ നിങ്ങളെ പറ്റിയായിരിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇവിടെ കൊടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. സ്വഹാബത്തെ എങ്ങനെ പേടിച്ച് ജീവിച്ചു നമ്മൾ മനസ്സിലാക്കണം. ആരെയും എതിർക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നാണം കെടുത്ത് നമ്മുടെ ലക്ഷ്യമല്ല. മഅദല്ലാഹ്, ഞാനത് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന വിഷയമാണ്. പക്ഷേ ചെറുപ്പക്കാർ ഒരു അമലും ചെയ്യാതെ, നിസ്കാരം മര്യാദയ്ക്ക് കൊണ്ടു നടക്കാതെ, ഏതെങ്കിലും ഒരു സംഘത്തിന്റെ കൂടെയാണ്, ഞാൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പാ, എന്റെ കാര്യം മറ്റേ ആൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്മ് ചെയ്ത് ഉറപ്പിച്ച് എനിക്ക് ശരീഅത്തും ഒന്നും വേണ്ട, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിലോ ലോകത്തോ ആരൊക്കെ ചെയ്യുന്നുണ്ടോ ശരീഅത്തിനെതിരാണത്. ശരീഅത്തില്ലാത്തൊരു ത്വരീഖത്തില്ല, ശരീഅത്തില്ലാതെ ഒരു ഹഖീഖത്തുമില്ലല്ലോ. ശരീഅത്താണ് അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും, അവിടുത്തെ സലഫ് സ്വാലിഹീങ്ങളുടെ മാതൃകയും. ഇതില്ലാതെ ഒന്നും ന്യായീകരിക്കാൻ പറ്റൂല. മനുഷ്യന്മാർ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി നടക്കുന്നവരാ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അന്യ പെണ്ണുങ്ങളോട് സംസാരിച്ച് രസിക്കാൻ വേണ്ടി, അന്യ പെണ്ണുങ്ങളുടെ കൂടെ റൂമിൽ ഭർത്താക്കന്മാർ, 2-3 ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യമാർ, കൂട്ടത്തിലൊരു ഉസ്താദും കിടന്നുറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. ചെയ്യാൻ പാടില്ലാത്ത വിഷയമല്ലേ ഇത്? പാടുണ്ടോ ഇതൊക്കെ? മുരീദന്മാരങ്ങളൊക്കെ എന്റെ കുട്ടികളെ, ഞങ്ങൾക്ക് വാപ്പ. ആരായി പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാപ്പയാ. നിബിതങ്ങളല്ലാത്തൊരു വാപ്പുണ്ടോ? ഇങ്ങനെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണാൻ പറ്റിയ ആള്? അള്ളാഹിന്റെ റസൂലിന് പറ്റും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബിതങ്ങളോട് സ്വഹാബിയത്തായ പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ഒരിക്കൽ പോലും അവർക്ക് കൈതൊട്ടിട്ടില്ല. മാ മസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ. ഒരു പെണ്ണിന്റെ കൈയും നബിതങ്ങൾ സലാം പറഞ്ഞു തൊട്ടിട്ടില്ല, ബൈഅത്ത് ചെയ്ത് തൊട്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സത്യസന്ധന്മാർ ആരൊക്കെയാണ്? ശരീഅത്തുള്ളവർ ആരൊക്കെയാണ്? അങ്ങനത്തെ ത്വരീഖത്ത് കൂടിയാൽ മതി. ശരീഅത്ത് നിർബന്ധമാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണത്. ഇതൊക്കെ പറയുമ്പോ വഹാബി എന്നാണ് പറയേ. ശരീഅത്തിന്റെ വിരുദ്ധമാണോ അല്ലേ എന്ന് നിങ്ങൾ പറയും. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ലേ എന്ന് പറയും. ജസ്മ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഇന്നാള് സ്വർഗത്തിലാണ്? പറ്റില്ലല്ലോ. അത് പറ്റുമെന്ന് തെളിയിക്കിൻ.
എന്നല്ല അത് പറയുമ്പോഴേക്കും ആള് വഹാബിയാണ്, അതാണ് ഇതാണ്. അതൊന്നും പറയണ്ട. വിഷയങ്ങളെ വിഷയവുമായി സമീപിക്കും. ത്വരീഖത്തുകാരെ പറ്റിയല്ല ഞാനാ പറഞ്ഞത്. അങ്ങനെ വല്ല ത്വരീഖത്തുകാരൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവരെ പറ്റി തന്നെയാണ്. അള്ളാഹുവിന്റെ നിയമം വലുതാണ്. ഞാനും നിങ്ങളും ഇല്ലെങ്കിലും ദീൻ ഇവിടെ നിലനിൽക്കും. ശരീഅത്തുൽ ഇസ്ലാം നിലനിൽക്കാതെ ഒരു ത്വരീഖത്തും ഹഖീഖത്തും ഇവിടെ ഇല്ല. എല്ലാ മഹാന്മാരും, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ശരീഅത്തിൽ നിലനിന്നുകൊണ്ട് ചെയ്തവരാണ്. അന്യ പെണ്ണുങ്ങളോട് ഇടപഴകുന്ന എത്ര ആളുകളുണ്ടെന്ന നാട്ടില്? അന്യ പുരുഷന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഭർത്താക്കന്മാർ. ഈ അവിടെ ഇരുന്നോ 3-4 മണിക്കൂറും അന്യ പെണ്ണിനോട് സംസാരിക്കുകയാണ് ഇയാൾ. ഏത് വകുപ്പില്? അന്നദറത്തുൽ മുഹറമ, ഹറാമായ നോട്ടമാണത്. ഹറാമായ നോട്ടം. എന്ത് അത്ഭുതം കാണിച്ചാലും അത്ഭുതപ്പെടരുതേ. പിശാചായ കാഫിറായ ജിന്ന് ദേഹത്ത് കൂടിയാൽ അത്ഭുതം കാണിക്കാൻ പറ്റും. അതൊന്നും കറാമത്തല്ല. ശൈത്താന് ദേഹത്ത് കയറിയാൽ അത്ഭുതം കാണിക്കാൻ പറ്റും. അത് കറാമത്താന്ന് വിചാരിക്കണ്ട. കറാമത്തുർ റജുലി ദീനുഹു, ഒരു മനുഷ്യന്റെ കറാമത്ത് അയാളുടെ ദീനാണ്. മഹാനായ അത്തിപ്പറ്റസ്ഥാനെ കണ്ടുപഠിക്കും. മഹാനായ അത്തിപ്പറ്റസ്ഥാനെ കണ്ടുപഠിക്കും. അവരെ കണ്ടവരും പഠിച്ചവരുമാണ് ഈ നാട്ടിലുള്ളവര്. അവരുടെ ദീനും ഇൽമും അമലും നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാരൊപ്പം കൂടിക്കൂടി. അത് ഉറപ്പാണ്. അത് തഖ്വയുടെ മാർഗമാണ്. അത് അള്ളാഹുവിന്റെ മാർഗമാണ്. അത് മാത്രമല്ല ഞാൻ പറയുന്ന, വേറെയും നല്ല നല്ല മശായിഖന്മാരുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പറഞ്ഞ രീതിയിൽ അന്യ പെണ്ണുങ്ങളുമായി ഇടപഴകുകയോ അന്യ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരിക്കുകയോ മുരീദന്മാരുടെ പെണ്ണുങ്ങൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുകയോ ചെയ്യുന്ന ഏർപ്പാടുകൾ ഇസ്ലാമിൽ പറ്റാത്ത സംഗതികളാണ്. നിങ്ങൾ അതിലേക്ക് പോവരുത്. ശരീഅത്തില്ലാത്ത ഒരു സംഗതിയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി വാഴ്ന്നു പറയാൻ ഒരാളെ കൊണ്ട് ലോകത്ത് കഴിയൂല. ആരെയും ഇഷ്ടപ്പെടുത്തൽ നമ്മുടെ ലക്ഷ്യവുമല്ല. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പറയണം. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളത് പറയും. അത് ആരെയും വേദനിപ്പിക്കാനല്ല, ഏതെങ്കിലും ത്വരീഖത്തുകാരെ എതിർക്കാൻ, അതൊന്നുമല്ല. ഈ വിഷയം നിങ്ങളിലുണ്ടോ? നിങ്ങൾ തിരുത്തിക്കോ. ഈ വിഷയം നിങ്ങളിലില്ലേ? നിങ്ങളെ പറ്റിയല്ല ഈ പറഞ്ഞത്. തീർന്നില്ല വിഷയം. അതിന്റെ പേരിൽ എന്റെ ക്ലിപ്പുണ്ടാക്കി വിടുന്നുണ്ട്. ക്ലിപ്പുണ്ടാക്കിക്കോ, നല്ലത്. ഒരുപാട് അമല് കിട്ടും, ഒരുപാട് അമല് കിട്ടും. ഞാനൊന്നും അമലില്ലാത്ത ആളാണ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ ക്ലിപ്പുണ്ടാക്കി വിട്ടാൽ കിട്ടുന്ന കുറേ ഗീബത്തും നമീമത്തും കൊണ്ട് ഒരുപാട് അമല് കിട്ടും. അൽഹംദുലില്ലാഹ്. അതിന് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ആരൊക്കെ എതിർക്കുന്നുണ്ട് അവർക്കൊക്കെ ദുആയുണ്ട്. കാരണം അവർ ഒരുപാട് അമൽ ഇങ്ങോട്ട് തരുന്നുണ്ട്. അതിന് പകരം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കും വേണം. അതുകൊണ്ട് അല്ലാഹു അവർക്ക് കൂലി കൊടുക്കട്ടെ. വിഷയങ്ങൾ ഇങ്ങനെയാണ്. അന്നദറത്തുൽ മുഹറമ, ഹറാമായ നോട്ടങ്ങൾ. ഈ വക തരികടയും തട്ടിപ്പ് നടക്കുന്ന കാലമാണിത്. ശരിക്ക് ശ്രദ്ധിച്ചോളി. ശരീഅത്തും ദീനിനും വിരുദ്ധമായത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അല്ലാഹു തആല നമ്മെ നേർവഴിയിലേക്ക് ചേർക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണിന് ചെയ്ത നിഅമത്തിന്, ആ കണ്ണിന് ചെയ്ത ആ ഒരു വലിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുന്നവരായി അല്ലാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി വമസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. റഹ്മാൻ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ റഹ്മാനെ. നീ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് തരണേ തമ്പുരാനെ. തെറ്റുകൾ തിരുത്തി തരണമേ തമ്പുരാനെ. അമലിന്റെ തൗഫീഖ് തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഖൽബിലെ